Good evening all. So നമ്മുടെ ഫസ്റ്റ് എക്കണോമിക്സ് ടെസ്റ്റ് ആണ്. സോ ഇതിൽ ടോപ്പിക് ഉണ്ടായിരുന്നത് ഒന്ന് നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ, അതുപോലെ ഇന്ത്യൻ എക്കണോമിയുടെ ഒരു ഓവർവ്യൂ വിച്ച് മീൻസ് ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്കണോമി ആണ് ഫ്രം ബിഫോർ ദ അറ്റൈൻമെന്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ടു നമ്മുടെ കറന്റ് സിനാരിയോ വരെയുള്ള ചേഞ്ചസ് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നുള്ളത് പ്ലാനിങ് ആണ്, ഇന്ത്യയിലെ 5 year പ്ലാൻസ്, നീതി ആയോഗ് പോലുള്ള ബോഡീസ് ആൻഡ് ഫംഗ്ഷൻസ്. So that was the topic in the exam. First question. Consider the following statements regarding nominal and real GDP. So, nominal GDP, real GDP, അതിനെ ആസ്പദമാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. And the first statement, nominal GDP will be greater than the real GDP of a country. First statement. Second statement, the ratio of real GDP to nominal GDP of a country is called as GDP deflator. So there are two statements. Statements are about nominal and real GDP. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ GDP മെഷർ ചെയ്യുന്നത് രണ്ട് തരത്തിലുണ്ട്. GDP measured using the market value of base year price or constant year price, അതുപോലെ GDP value measured using the market value of current year. So current yearലെ പ്രൈസ് ഉപയോഗിച്ച് നമ്മുടെ GDP മെഷർ ചെയ്യുകയാണെങ്കിൽ is called as nominal GDP. So GDP measured at current market price is called as nominal GDP, and the GDP measured using the market price at the base year price. Now the base year എന്ന റഫറൻസ് ഇയറിനെ ആസ്പദമാക്കി GDP മെഷർ ചെയ്യാമെങ്കിൽ എന്തായത്, അത് real GDP ആയി. And this statement is nominal GDP will be always greater than real GDP എന്ന് പറഞ്ഞു. So nominal GDP എപ്പോഴും real GDP-യെക്കാളും ഹയർ ആയിരിക്കും എന്നാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഒരു കാര്യം അറിയേണ്ടത്, we know that real GDP, nominal GDP, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? The main difference between real and nominal is inflation ആണ്. So in the case of nominal GDP, inflation ഒരു വലിയ റോൾ കളിക്കുന്നുണ്ട്. ഉദാഹരണം, ബേസ് ഇയർ, the current base year of India എന്ന് പറഞ്ഞാൽ ഏതാണ്? The current base year of India, നമ്മുടെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ബേസ് ഇയർ, just a minute, let me take ഒരു പേന പെൻസിൽ എടുക്കട്ടെ. The current base year എന്ന് പറഞ്ഞാൽ 2011-12 ആണ് current base year. So ഈ current base year suppose the value of rice എന്ന് പറഞ്ഞാൽ 10 rupees വിചാരിക്കാം. So 2011-12 നമ്മുടെ റൈസിന്റെ പ്രൈസ് 10 rupees വിചാരിക്കാം. And the current financial year എന്ന് പറഞ്ഞാൽ 2021-22 ആണ്. So ഈ 2021-22 വർഷത്തെ GDP മെഷർ ചെയ്യുമ്പോൾ suppose the price of rice has increased to 20 rupees. So ഇതെന്താണ്? ഇൻഫ്ലേഷൻ ആണ്. നമ്മൾ കണ്ടിട്ടുണ്ടായ ഇൻഫ്ലേഷൻ ആണ് ഈ പറഞ്ഞ മാർക്കറ്റ് പ്രൈസ് വരാൻ കാരണമാകുന്നത്. ആൻഡ് ഹിയർ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ നോമിനൽ GDP ഈസ് അഫക്റ്റഡ് ബൈ ഇൻഫ്ലേഷൻ. കാരണം കറന്റ് മാർക്കറ്റ് പ്രൈസ് ഉപയോഗിച്ചാണ് നോമിനൽ GDP മെഷർ ചെയ്യുന്നത്. ആൻഡ് ഇൻഫ്ലേഷനോട് റോൾ ഉണ്ട്. പക്ഷേ ഓൾവേസ് നമുക്ക് പറയാൻ പറ്റില്ല ഇൻഫ്ലേഷൻ മാത്രം ഉണ്ടാവുന്നു. ഒരു കൺട്രി മേ ബി ഫേസിങ് ഡീഫ്ലേഷൻ ഉണ്ടാവാം. സോ റിയൽ GDP എന്ന് പറയുമ്പോൾ ബേസ് ഇയർ വെച്ച് മെഷർ ചെയ്യുന്നു. ദർ ഇസ് നോ ചേഞ്ച്. നമ്മുടെ ബേസ് ഇയർ വെച്ച് ഏത് ഫിനാൻഷ്യൽ എടുത്താലും വി ആർ ഓൾവേസ് യൂസിങ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് റൈസ് ഇൻ ദ ബേസ് ഇയർ. ബേസ് ഇയറിലെ 10 രൂപ വെച്ചാണ് ഏത് ഫിനാൻഷ്യൽ ഇയർ ആയാലും 2011 ശേഷമുള്ള ഏത് ഫിനാൻഷ്യൽ ഇയർ ആയാലും നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദാറ്റ് വാല്യൂ ഓഫ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് റൈസ് ഇൻ ദ ബേസ് ഇയർ. പക്ഷേ നമ്മുടെ കറന്റ് ഇയറിലെ പ്രൈസ് അത് ഫ്ലക്ച്വേറ്റ് ചെയ്യാം ഡിപ്പെൻഡിങ് ഓൺ ഇൻഫ്ലേഷൻ, ഡിപ്പെൻഡിങ് ഓൺ ഡീഫ്ലേഷൻ. ഒന്നുകിൽ കൂടാം, ഒന്നുകിൽ കുറയാം. സോ ദിസ് ഓൾവേസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. മേ ബി ഗ്രേറ്റർ ആവാം, പക്ഷെ ഓൾവേസ് ഗ്രേറ്റർ എന്ന് പറയാൻ പറ്റില്ല. ഒരു ടിപ്പ് പറയാം. നമ്മുടെ UPSC എക്സാമിൽ അറ്റൻഡ് ചെയ്തിട്ട് കാണും എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ്. നമ്മുടെ UPSC സ്റ്റേറ്റ്മെന്റ്സിൽ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ടൈം 99% ടൈമും അത് തെറ്റായിരിക്കും. സോ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് ആർ ഓൾവേസ് ഓർ മോസ്റ്റ് ഓഫ് ദി ടൈം അത് തെറ്റാണ് ചാൻസ്. സോ അത് ഓർത്തിരിക്കുക, ഒരു ടിപ്പാണ്. സോ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഇൻവെർട്ട് ചെയ്യാവുന്ന തന്നെ. സെക്കൻഡ് നോക്കൂ, ദ റേഷ്യോ ഓഫ് റിയൽ GDP ടു നോമിനൽ GDP ഇസ് കോൾഡ് GDP ഡിഫ്ലേറ്റർ. തിരിച്ചാണ് വേണ്ടത്. സോ റിയൽ GDP ടു നോമിനൽ GDP അല്ല, നേരെ മറിച്ച് നോമിനൽ ടു റിയൽ ആണ്. സോ GDP ഡിഫ്ലേറ്റർ എന്ന് പറയുമ്പോൾ നോമിനൽ GDP ബൈ റിയൽ ആണ്. നോമിനൽ ബൈ റിയൽ
is called as GDP deflator. നമ്മുടെ ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ കൂടാണ് ഈ പറഞ്ഞ GDP deflator. So understand that nominal GDP to real GDP. So എപ്പോൾ ഞാൻ പറഞ്ഞേ 99% എല്ലാ സമയത്തും തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. 99 ടൈംസ് ഇപ്പൊ 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ടൈം മോർ ദാൻ 3/4 എന്തായിരിക്കും എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കും. അത് ഓർത്തിരിക്കുക. എപ്പോഴും അങ്ങനെ എല്ലാ വട്ടവും ഉപയോഗിക്കരുത്. എല്ലാ വട്ടവും ആ ടിപ്പ് ഉപയോഗിച്ച് ആൻസർ മാർക്ക് ചെയ്യരുത്. പക്ഷെ മെജോറിറ്റി ടൈമിലും അത് തെറ്റായിരിക്കും. സോ ഇവിടെ എന്താ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആൾസോ റോങ്. സോ ദ ആൻസർ വിൽ ബി നെയ്തർ 1 nor 2. So D is the right answer, and you can get the explanation from this PDF. And the second question, consider the following statements. Net national product at factor cost is obtained by adding net indirect tax to NNP at market price. First statement. Second statement, market price of a commodity will be always greater than factor cost. So ചോദിച്ചത് which of the above statements is not correct. So അതും ശ്രദ്ധിക്കണം. UPSC ചോദിക്കാറുണ്ട് താഴെ തന്നവയിൽ ഏതൊക്കെയാണ് കറക്റ്റ്, അതുപോലെ താഴെ തന്നവയിൽ ഏതൊക്കെയാണ് ശരി, സോ തെറ്റ്. സോ രണ്ട് രീതിയിൽ ചോദ്യം വരാറുണ്ട്. അതുകൊണ്ട് തന്നെ യു ഹാവ് ടു ബി വെരി വിജിലന്റ്. ഈ ചോദിച്ചേക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊരു തോട്ട് ഉണ്ടായിരിക്കണം. സോ ഇവിടെ ചോദിച്ചത് എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് NNP at factor cost is obtained by adding indirect tax to NNP at market price. സോ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ടിപ്പ് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? NNP at factor cost is obtained by adding net indirect tax to NNP at market price. സോ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി ഇൻ ദ മാർക്കറ്റ്? മാർക്കറ്റിൽ എന്താണ് ഒരു കമ്മോഡിറ്റിയുടെ വില? ദാറ്റ് ഈസ് മാർക്കറ്റ് പ്രൈസ്. ആൻഡ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് indirect tax to factor cost. നമ്മുടെ factor cost എന്ന് പറഞ്ഞാൽ എന്താ? Factor cost, it is the sum of income or it is the money that is distributed to the factors of production. നമുക്കറിയാം when there is a production activity to take place in a country, there are 4 factors of production. ഒരു 4 common factors of production ഏതൊരു നിർമ്മാണ പ്രവർത്തനത്തിനും ആവശ്യമാണ്. And that is land, labor, capital, entrepreneur. So basic നമ്മുടെ NCERT ടെസ്റ്റിനകത്തൊക്കെ ഈ പറഞ്ഞ factors of production പറ്റി പറയുന്നുണ്ട്. So for a production activity to take place, there are 4 factors of production: land, labor, capital, and entrepreneur. These are the 4 factors of production. And while engaging in the factors of production, these factors will get some remunerations. അവർക്ക് എന്ത് കിട്ടും? ചില ഏർണിംഗ് കിട്ടും. ഉദാഹരണം ലാൻഡ് ആണെങ്കിൽ എന്ത് പറയും? റെന്റ് എന്ന് പറയും. ക്യാപിറ്റൽ ആണെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയും. അതുപോലെ ഓൺട്രപ്രണർ ആണെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയും. അതുപോലെ ലേബർ ആണെങ്കിൽ വേജ് എന്ന് പറയും. ആൻഡ് ഫാക്ടർ കോസ്റ്റ് ഇസ് ദ സമ്മേഷൻ ഓഫ് ദീസ് റെമ്യൂണറേഷൻസ്. നമ്മൾ പറഞ്ഞ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കിട്ടുന്ന റെമ്യൂണറേഷൻസ്, അതാണ് ഫാക്ടർ കോസ്റ്റ്. സോ ഈ പറഞ്ഞ ഫാക്ടർ കോസ്റ്റ് മെഷർ ചെയ്യുന്നത് അത് പ്രൊഡക്ഷൻ ലെവലിലാണ്. ഒരു ഇൻഡസ്ട്രി അവിടെ ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു, അത് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് ഈ ഫാക്ടർ കോസ്റ്റ് മെഷർ ചെയ്യപ്പെടുന്നത്. ആൻഡ് ഈ പറഞ്ഞ ഫാക്ടർ കോസ്റ്റിനൊപ്പം നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുമ്പോൾ ഇൻഡയറക്ട് ടാക്സ് മൈനസ് സബ്സിഡി, അത് ആഡ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത് മാർക്കറ്റ് പ്രൈസ് നമുക്ക് കിട്ടുന്നത്. കാരണം നമുക്കറിയാം when a good is produced in a company or an industry, that good will be distributed to the public by adding some indirect tax. ഇപ്പൊ GST അല്ലെങ്കിൽ എക്സസ് ഡ്യൂട്ടി എന്ന് ചില ടാക്സ് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ഗുഡിന് മേലെ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ the government may provide some subsidies. ഇതാണ് in the case of sugar. In the case of fertilizer, we can see the government is providing some subsidies to the communities. So ഈ പറഞ്ഞ fertilizer കേസിലാണെങ്കിൽ the subsidies is very high than the tax levied on the fertilizer. So അതുകൊണ്ട് തന്നെ the second statement നോക്കൂ, market price of a commodity will be always greater than factor cost എന്ന് പറയുന്നത് തെറ്റാണ്. എപ്പോഴും മാർക്കറ്റ് പ്രൈസ് ഫാക്ടർ കോസ്റ്റിനേക്കാൾ ഹൈ ആവണമെന്ന് പറയാൻ പറ്റില്ല. So here we can see market price is factor cost
plus indirect tax on product minus subsidies on product ആണ്. So indirect tax, suppose it is 10 rupees, and subsidies, suppose it is 20 rupees, which means factor cost minus 10 എന്ന് വരുന്നു. എന്താണ് ഫാക്ടർ കോസ്റ്റിനേക്കാൾ താഴെയായി മാർക്കറ്റ് പ്രൈസ്. ഇവിടെ പറഞ്ഞ എന്താണ്, മാർക്കറ്റ് കോസ്റ്റ് will be always greater than factor cost എന്നാണ്. So the second statement is wrong, and first statement മനസ്സിലായി കാണും. NNP at factor cost is obtained by subtracting ആണ്, it is not adding. ഈ പറഞ്ഞ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് NNP at മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, we will get the NNP at factor cost. And NNP at factor cost ആണ് നമ്മുടെ ഒഫീഷ്യൽ നാഷണൽ ഇൻകം ഇക്വേഷൻ ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ ഒഫീഷ്യൽ നാഷണൽ ഇൻകം ഇക്വേഷൻ ആയിട്ട് ഇന്ത്യ സെലക്ട് ചെയ്യുന്നത് NNP at factor cost ആണ്. സോ നിങ്ങൾ പ്ലസ് ടു NCERT വായിച്ചതാണ്. പ്ലസ് ടു NCERT ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട്, നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ആൻഡ് ഇൻ ദാറ്റ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് യു ക്യാൻ സി ദ റിവൈസ്ഡ് ആയിട്ടുള്ള ഫിഗേഴ്സ്, റിവൈസ്ഡ് ഇക്വേഷൻസ് കാണാൻ കഴിയും. ആൻഡ് അത് വായിച്ചിട്ട് കാണും എല്ലാവരും. സോ ആൻഡ് ദ ടെക്സ്റ്റ് the equation is given as such. ഇവിടെ വന്നിട്ടുണ്ട് NNP at factor cost is equal to the NNP at market price minus net indirect tax, that is indirect tax minus subsidy. So the answer will be not correct. I will say 1 and 2 തെറ്റാണ്. So answer will be both 1 and 2. C is the right answer. And the third question, which of the following statement regarding Gini coefficient is or are correct? First statement, Gini coefficient is calculated using Laffer curve. Laffer curve use ചെയ്തിട്ടാണ് Gini coefficient കണ്ടുപിടിക്കുന്നത്. Second, it measures inequality in income distribution of a country. And third, if Gini coefficient is 0, it indicates a perfect egalitarian society. So these are the statements. എന്താണ് അതിന്റെ ആൻസർ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, Gini coefficient is calculated using Laffer curve. Is it correct? ശരിയാണോ? Laffer curve ആണോ? Is that Laffer curve? No, it is Lorentz curve ആണ്. Lorentz curve ആണ്. So Gini coefficient is calculated using Lorentz curve ആണ്. So Lorentz curve അറിയാം. You might have seen that Lorentz curve. Cumulative share of people from low to high income and cumulative share of income earned. ഇല്ലേ? Cumulative share of income earned and cumulative share of people from low to high income. That is the x and y axis. X എന്താ വരുന്നത്? Cumulative share of people from low to high income, and on the y axis it is cumulative share of income earned. This is the x and y axis of Lorentz curve, and there is a line of equality, and based on the data using the cumulative share of people from low to high income and the percentage of cumulative share of income earned, Lorentz curve will be drawn. ഈ പറഞ്ഞ ലൈൻ ഓഫ് ഇക്വാലിറ്റിയിൽ നിന്ന് Lorentz curve മാറുകയാണെങ്കിൽ, this is the Lorentz curve, this is the Lorentz curve. So line of equality യിൽ നിന്ന്, this is the line of equality. So line of equality യിൽ നിന്ന് Lorentz curve മാറുകയാണെങ്കിൽ, which means that there is an inequality in the country. അവിടെ income inequality ഉണ്ട്. Income distribution in the country is unequal എന്നൊരു ഐഡിയ ആണ് നൽകുന്നത്. And based on this Lorentz curve, ഈ Lorentz curve ബേസ് ചെയ്തിട്ട് കൊറാഡോ ഗിനി എന്ന എക്കണോമിസ്റ്റ്, കൊറാഡോ CORRADO, കൊറാഡോ ഗിനി, he developed this Gini coefficient. Gini coefficient ഡെവലപ്പ് ചെയ്തത് കൊറാഡോ ഗിനിയാണ്. ഈ കർവ് ഉപയോഗിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്തു, Lorentz curve ഉപയോഗിച്ചുകൊണ്ട്. ആൻഡ് ഈ കർവ് മെയിൻലി എന്താ ഉദ്ദേശിക്കുന്നത്? ഈ കർവ് വെച്ച് Gini coefficient മെയിൻലി ഉദ്ദേശിക്കുന്നത് the inequality or income equality in the country ആണ്. So ഒരു കൺട്രിയിലെ ഇൻകം ഇക്വാലിറ്റിയോ അല്ലെങ്കിൽ ഇൻകം ഇനിക്വാലിറ്റി ആണ് Gini coefficient മെഷർ ചെയ്യുന്നത്. So the second statement is correct. The third statement, if Gini coefficient is 0, it indicates a perfect egalitarian society. Egalitarian means equal, അല്ലേ? ഒരു ഈക്വൽ സൊസൈറ്റി അല്ലെങ്കിൽ ഇൻകം ഇക്വാലിറ്റി ഉള്ള ഒരു സൊസൈറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നാണ് പറഞ്ഞത്. ശരിയാണ്. യു മറ്റ് ഹാവ് നോൺ ദാറ്റ് Gini coefficient 0 ആണെങ്കിൽ എന്താണ്? It indicates perfect equality. And Gini coefficient 1 ആണെങ്കിൽ it indicates perfect inequality. So Gini coefficient equation ഉണ്ട്.
Gini coefficient ഒരു equation ഉണ്ട്, and that equation is Gini coefficient is equal to a by a plus b, and a എന്ന് പറഞ്ഞാൽ എന്താ? A is the area between line of equality and Lorentz curve. A എന്ന് പറഞ്ഞാൽ ഇതാണ് ഏരിയ, ലൈൻ ഓഫ് ഇക്വാലിറ്റിയും ലോറൻസ് കർവിനും ഇടയിലുള്ള ഏരിയ ആണ് എ എന്ന് പറഞ്ഞാൽ. ആൻഡ് ബി ഉണ്ട്, ബി ഇസ് ദ ഏരിയ ബിറ്റ്വീൻ ബോട്ടം ഓഫ് ദ ലോറൻസ് കർവ് ടു ദ ആക്സിസ്. ഇവിടെ തൊട്ട് ഇതാണ് ബി എന്ന് പറഞ്ഞാൽ. സോ ലോറൻസ് കർവിന്റെ താഴെ തൊട്ട് ആക്സിസ് ഉള്ള ഏരിയ. സോ ഒരു കൺട്രിയിൽ ഇക്വാലിറ്റി കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? ഇക്വാലിറ്റി കൂടുതലാണെങ്കിൽ ദ ലോറൻസ് കർവ് വിൽ മീറ്റ് ദ ലൈൻ ഓഫ് ഇക്വാലിറ്റി. നമ്മുടെ ലൈൻ ഓഫ് ഇക്വാലിറ്റിയിൽ നമ്മുടെ ലോറൻസ് കർവ് മീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇക്വാലിറ്റി ഓർ ഇൻഇക്വാലിറ്റി രണ്ട് സെയിം ആണ്. മെഷേഴ്സ് ഇൻകം ഇക്വാലിറ്റി ഓർ ഇൻകം ഇൻഇക്വാലിറ്റി. ഉള്ളി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, രണ്ടും സെയിം അല്ലേ? ഇൻകം ഇക്വാലിറ്റിയും ഇൻകം ഇൻഇക്വാലിറ്റിയും ബോത്ത് ആർ സെയിം കൺസെപ്റ്റ്, മ്യൂച്വലി സെയിം കൺസെപ്റ്റ് ആണ്. ഓക്കെ സൂര്യ, ഗോട്ട് ദ പോയിന്റ്. ഞാൻ പറയാം, അതിലേക്ക് വരുവാണ്. നോക്കൂ, ഈ പറഞ്ഞ കൺട്രിയിൽ ഇഫ് ദർ ഈസ് ഇക്വാലിറ്റി ഉണ്ടെങ്കിൽ, ഇൻകം ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നു എങ്കിൽ എന്താവും? ഈ ലോറൻസ് കർവ് നമ്മുടെ ലൈൻ ഓഫ് ഇക്വാലിറ്റിയിൽ മെർജ് ചെയ്യും. സോ എ ബൈ എ പ്ലസ് ബി ആണ് ഗിനി കോഫിഷ്യന്റ് ഇക്വേഷൻ. സോ എ എന്തായി മാറും? എ വിൽ ബി 0 ആൻഡ് എ പ്ലസ് ബി, ദാറ്റ് ഈസ് 0 പ്ലസ് ബി, ആൻഡ് ദിസ് വിൽ ബി 0. സോ ഇക്വാലിറ്റി സൊസൈറ്റി ആണെങ്കിൽ ഗിനി കോഫിഷ്യന്റ് വാല്യൂ ഈസ് 0 ആണ്. ഇനി അടുത്ത, വെൻ ദർ ഈസ് പെർഫെക്റ്റ് ഇനിക്വാലിറ്റി. ഒരു കൺട്രിയിൽ ഇനിക്വാലിറ്റി കൂടുതലാണെന്ന് വെച്ചോ, ഇനിക്വാലിറ്റി വേറെ കൂടുതലാണ്, there is a vast inequality prevailing in the country. അങ്ങനെ ആണെങ്കിൽ we can see the Lorentz curve will deviate from the line of equality. Line of equality നിന്ന് Lorentz curve deviate ചെയ്യും, and it will approximately collide with the axis. നമ്മുടെ ഒറിജിൻ എന്ത് ചെയ്യും? ഒറിജിനിൽ പോയി കൊളൈഡ് ചെയ്യും. ഈ പറഞ്ഞ Lorentz curve എന്തായി മാറും? ഇങ്ങനെയുള്ള ഏരിയ ഒരു ഇഷ്യൂ ആണ്, കാരണം നമ്മൾ ഈ PDF ആയതുകൊണ്ട് നമ്മളത് ഡ്രോ ചെയ്യാൻ പാടാണ്. എന്ത് ചെയ്യും? ലോറൻസ് കർവ് ഇങ്ങനെ വരും, നമ്മുടെ ഒറിജിനിൽ വന്ന് ഒന്നാണ്. സോ വി ക്യാൻ സി എ ഉണ്ട്, ബി എന്തായി? ബി 0 ആയി. കാരണം എന്താ? ദ ഏരിയ ബിലോ ലോറൻസ് കർവ് ആൻഡ് ഒറിജിൻ എന്ന് പറയുമ്പോൾ ഇല്ല, ബിക്കോസ് ലോറൻസ് കർവും ഒറിജിനും മീറ്റ് ചെയ്തു, ബി ഇല്ല. സോ ഗിനി കോഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ എ ബൈ എ പ്ലസ് ബി ആണ്. സോ എ ബൈ എ എന്ന് വരും, എന്തായി? 1 ആയി, വിച്ച് ഇൻഡിക്കേറ്റ്സ് പെർഫെക്റ്റ് ഇനിക്വാലിറ്റി. സോ ഇക്വാലിറ്റിയും ഇനിക്വാലിറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് മെഷർ ചെയ്യുന്നുണ്ട്. ഇവിടെ പറയുന്നില്ല ഇനിക്വാലിറ്റി മാത്രമേ ഉള്ളതെന്നല്ല പറഞ്ഞത്. ഇറ്റ് മെഷേഴ്സ് ഇക്വാലിറ്റി, ഇറ്റ് മെഷേഴ്സ് ഇനിക്വാലിറ്റി. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ആൻഡ് the third statement is also correct. So answer will be B, 2 and 3. Okay. So fourth, consider the statements regarding national income estimation in India. First estimation of national income in India was made by R.C. Dutt, Ramesh Chandra Dutt എന്ന് പറയുന്നു. Second statement, the first scientific estimate of national income in India was made by Professor V.K.R.V. Rao. So ഒരു ചോദ്യമുണ്ട്, ആരാണ്? അപ്പോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ ദ ഫസ്റ്റ് എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം, ഇന്ത്യയിലെ ആദ്യമായിട്ട് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്ത വ്യക്തി R.C. Dutt എന്നാ പറഞ്ഞത്. ഇസ് റോങ്. R.C. Dutt അല്ല, ഇസ് നോട്ട് രമേശ് ചന്ദ്ര ദത്ത്. ഹു വാസ് ദ വൺ? ആരായിരുന്നു? Can anyone comment? ആരായിരുന്നു നമ്മുടെ നാഷണൽ ഇൻകം ആദ്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്ത ഒരു നാഷണൽ ലീഡർ ആണ്? ഈസ് എ ഫേമസ് നാഷണൽ ലീഡർ. ധാരാളം നമ്മുടെ കോൺഗ്രസിന്റെ ഫൗണ്ടിങ് മെമ്പറിൽ ഒരാളാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ്ലി 3 times അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. ആൻഡ് ഹാസ് ഓൾസോ റിട്ടൺ എ ബുക്ക്, ആൻഡ് ദ ബുക്ക് നെയിം ഈസ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. യാസ്, വെരി ഗുഡ്. സോ ശില്പ കമന്റ് ചെയ്തു. ആൻസർ എന്താണ്? ദാദാബായ് നവറോജി. സോ ദ ഫസ്റ്റ് പേഴ്സൺ ടു എസ്റ്റിമേറ്റ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദാദാബായ് നവറോജി ആണ്. സോ ദാദാബായ് നവറോജി ആണ് നമ്മുടെ ഇന്ത്യയിലെ നാഷണൽ ഇൻകം ആദ്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്ത വ്യക്തി. ആൻഡ് ഹീസ് ഓൾസോ നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ്. ഇന്ത്യൻ എക്കണോമിക്സിന്റെ ഫാദർ എന്ന രീതിയിലൊക്കെ അറിയപ്പെടാറുണ്ട് ദാദാബായ് നവറോജി. സോ ഹി മേഡ് ദിസ് എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം ഡ്യൂറിംഗ് ദ പീരീഡ് 1867-68. 1867-68 ടൈം പീരീഡിലാണ് നമ്മുടെ ദാദാബായ് നവറോജി
ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ എസ്റ്റിമേഷൻ നടത്തുന്നത്. ആൻഡ് ദിസ് ഡേറ്റ വാസ് മെൻഷൻ ഇൻ ഹിസ് ബുക്ക്. അദ്ദേഹം എഴുതിയ പോവർട്ടി ആൻഡ് അൺബിഡിഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ബുക്കിൽ അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻ ദാറ്റ് സെയിം ബുക്ക് ഹി മെൻഷൻ ദ തിയറി, ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി. നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്ന ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി എന്ന തിയറിയും ദാദാ നവറോജി ഈ പറഞ്ഞ പോവർട്ടി ആൻഡ് അൺബിഡിഷ് റൂൾ ഇൻ ഇന്ത്യയിലാണ് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ ഫസ്റ്റ് scientific estimate of national income in India was made by Professor V.K.R.V. Rao. That's the correct statement. So, ഇന്ത്യയിലെ നിരവധി ആളുകൾ നമ്മുടെ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. സോ അത് ഇന്ത്യൻസും പുറത്തുള്ള ആളുകളും എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. സോ വിൽ ഗെറ്റ് എ ഗ്ലിംസ് ഓഫ് ദിസ് ഡേറ്റ. നവറോജി, അറ്റ്കിൻസൺ, അതുപോലെ ലോർഡ് കഴ്സൺ, വില്യം ബിഗ് ബേ, സോ ധാരാളം ആളുകൾ നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദ V.K.R.V. Rao was the first person to scientifically estimate. നമ്മളിപ്പോൾ കാണുന്ന രീതിയിലുള്ള ഒരു സയന്റിഫിക് എസ്റ്റിമേറ്റ്, കുറച്ചുകൂടെ മോർ റിലേ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു എസ്റ്റിമേറ്റ് ഉള്ളത് V.K.R.V. Rao ആണ്. ആൻഡ് ഇറ്റ് വാസ് ഓവർ ദ പീരീഡ് 1931-32. സോ അറിഞ്ഞിരിക്കുക ഈ ഡേറ്റ. ആൻഡ് കമ്മിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, with reference to incremental capital output ratio, consider the following statements. ICOR indicates the additional unit of capital or investment needed to produce an additional unit of output in a country. If ICOR is low, it may result in high economic growth in a country. So, എന്താണ് incremental capital output ratio? ഇത് പറഞ്ഞ ഇത്രേ ഉള്ളൂ. How much capital is required to produce a unit or extra unit of output. ഒരു extra unit output produce ചെയ്യണമെങ്കിൽ, to produce an extra unit of output, how much capital is required in a country? And it actually measures the efficiency of capital ആണ്. നമ്മുടെ ഇന്ത്യയിലുള്ള ക്യാപിറ്റലിന്റെ എഫിഷ്യൻസി ആണ് ചെയ്യുന്നത് ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ മെഷർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ക്യാപിറ്റൽ ടു ഔട്ട്പുട്ട്. ക്യാപിറ്റൽ ടു ഔട്ട്പുട്ട് ആണ് ഇതിന്റെ റേഷ്യോ. ആൻഡ് ഇഫ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഇസ് ലോ, ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കുറവാണെങ്കിൽ, സപ്പോസ് ഒരു എക്സാമ്പിൾ പറയാം. ഫസ്റ്റ് എക്സാമ്പിൾ, the first example is said that 4 units of capital is required to produce 1 unit of output. ഒരു എക്സ്ട്രാ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 4 units of capital ആവശ്യമുണ്ട്. In the second case, I am saying that 2 units of capital is only required to produce extra 1 unit of output. Which case is more efficient? First case ആണോ second case ആണോ? And നമുക്ക് പറയാൻ പറ്റും the second case is more efficient because second case with using less capital good, കുറച്ച് ക്യാപിറ്റൽ ഗുഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, more or new output can be produced. So the second ആയിരിക്കും കുറച്ചുകൂടെ efficiency. So ഇവിടെ പറഞ്ഞ എന്താ, it indicates additional unit of capital needed to produce additional unit of output. So the first statement is correct. Second statement, if ICOR is low, it may result in high economic growth of a country. Understand ചെയ്യേണ്ടത്, the economic growth of country is inversely proportional to ICOR ആണ്. സോ ഒരു കൺട്രിയുടെ എക്കണോമിക് ഗ്രോത്ത്, അതുപോലെ ആ കൺട്രിയിലെ ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ തമ്മിൽ റിലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് എക്കണോമിക് ഗ്രോത്ത് ഇസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ് റേറ്റ് ബൈ ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. സോ യു ക്യാൻ സി economic growth is equal to investment rate by ICOR. So if ICOR is high, ICOR കൂടുകയെന്ന് വെച്ചോ, ICOR കൂടുവാണെങ്കിൽ എന്താ, നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ഡിക്ലൈൻ ചെയ്യാം. കാരണം ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ടെങ്കിലും ആ ഇൻവെസ്റ്റ്മെന്റ് ബിക്കോസ് ഓഫ് ഇൻഎഫിഷ്യൻസി ഇൻ ദ ക്യാപിറ്റൽ അത് കൃത്യമായ ഔട്ട്പുട്ട് ജനറേഷൻ ആയിട്ട് മാറുന്നില്ല. സോ ദർ ഈസ് സം ഇഷ്യൂസ് ഇൻ ദ കൺവേർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് to produce more and more output. So ICOR കുറവാണെങ്കിലോ, incremental capital output ratio കുറവാണെങ്കിൽ, it will result in high economic growth. Economic growth കൂടുതലാവും because with a minimal investment we can harness, അല്ലെങ്കിൽ we can generate new extra outputs, അല്ലെങ്കിൽ we can generate more and more outputs in the country. So second statement പറഞ്ഞത്, if ICOR is low, it may result in high economic growth in a country. So both 1 and 2 are correct. C is the right answer. Next question. Consider the statements regarding 5-year plans in India. During the 4th plan, the first non-Congress government came to power. The last plan was 13th 5-year plan, which aims for faster, more inclusive and sustainable growth.
ഏതാണ്? First statement, the first non-Congress government came to power in 1977 ആണ്. 1977 നമ്മുടെ 1975 we have emergency ഡിക്ലെയർ ചെയ്തു ഇന്ദിരാഗാന്ധി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്കറിയാം ഏകദേശം മോർ ദാൻ 1 year അപ്രോക്സിമേറ്റ്ലി 2 years ഈ പറഞ്ഞ അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നു. ആൻഡ് 1977 മാർച്ചിലാണ് ഇലക്ഷൻ വരുന്നത്. ആൻഡ് അറ്റ് ദാറ്റ് ടൈം എ ന്യൂ റൂളിംഗ് പാർട്ടി കെയിം ടു പവർ. നേരത്തെ ഉണ്ടായിരുന്ന കോൺഗ്രസ് ആയിരുന്നെങ്കിൽ അതിന് പകരമായിട്ട് ഒരു ഒപ്പോസിഷൻ പാർട്ടി നമ്മുടെ അധികാരത്തിൽ വന്നു, ദാറ്റ് ഈസ് ജനതാ പാർട്ടി. സോ ആൻഡ് ജനതാ പാർട്ടി ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നത് ഇറ്റ് വാസ് ഡ്യൂറിംഗ് 5th പ്ലാൻ ആണ്. ബിക്കോസ് ദ 4th പ്ലാൻ പീരീഡ് വാസ് 1969 to 74 ആണ്. ആൻഡ് 5th പ്ലാൻ ടൈം പീരീഡ് 1974 to 79. സോ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സം ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് ദ പ്ലാൻസ്, അല്ലെങ്കിൽ 5 year പ്ലാൻസിനെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇൻക്ലൂഡിംഗ് ദ റീസെന്റ് ഇയേഴ്സിൽ 2019 ഉണ്ടായിരുന്നു. There's a question regarding 5 year plans. So the question is, the answer is, it is not 4th, but it is 5th ആണ്. So 5th plan period ആണ് non-Congress government അധികാരത്തിൽ വരുന്നത്. And first statement is wrong. And second statement, the last plan was 13th ആണോ? No. Total of 12 plans ആണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. So in India, a total of 12 plans, 12 plans ആണ് ഇന്ത്യയിൽ എന്ത് ചെയ്തത് ഓവറോൾ നടപ്പിലാക്കിയത്. ആൻഡ് യു ക്യാൻ സി, ആൻഡ് ദ 12th പ്ലാന്റെ തീമാണ് ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്. സോ ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത് വാസ് ദ മെയിൻ തീം ഓഫ് 12th പ്ലാൻ ആണ്. ഇറ്റ് ഇസ് നോട്ട് 13th പ്ലാൻ, ബിക്കോസ് 13th പ്ലാൻ ഇല്ല. 12th പ്ലാൻ ടൈം പീരീഡ് 2012-17 ആണ്. ആൻഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും 2014 അന്നത്തെ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിലാണ് നമ്മുടെ NDA വൺ സമയത്ത് നരേന്ദ്രമോദി, അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി അനൗൺസ് ചെയ്തത് പ്ലാനിംഗ് കമ്മീഷൻ അബോളിഷ് ചെയ്യാൻ പോവുകയാണ്, അതിന് പകരം ഒരു പുതിയ ബോഡി വിൽ ബി ഫോമിംഗ് എന്ന് പറഞ്ഞു. അങ്ങനെ 2014 ഓഗസ്റ്റ് 17, 2014 പ്ലാനിംഗ് കമ്മീഷൻ അബോളിഷ് ചെയ്യപ്പെട്ടു. ആൻഡ് ആഫ്റ്റർ ദ അബോളിഷൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ, എ ന്യൂ ബോഡി വാസ് ഫോംഡ് അറ്റ് ദ സെന്റർ. ദാറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ഫെഡറലിസം. സ്റ്റേറ്റും സെന്ററും എല്ലാം ഗവർണിംഗ് കൗൺസിലിൽ വരുന്ന ഒരു പുതിയ ബോഡി 2015 January 1 ഫോം ചെയ്തു. ആൻഡ് ദാറ്റ് ബോഡി വാസ് നീതി ആയോഗ്. സോ ആൻസർ, this statement is correct. Both the statements are wrong. Next, which of the following needs to be deducted from personal income in order to obtain personal disposable income of households? Personal disposable income of households റിസീവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് ഈ പറഞ്ഞ പേഴ്സണൽ ഇൻകത്തിനൊപ്പം ആഡ് ചെയ്യേണ്ടത് എന്നാ ചോദിച്ചു, സോറി ഡിഡക്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. So personal disposable income is equal to personal income minus tax, direct tax and non-tax payments. So personal disposable income എന്ന് പറയുമ്പോൾ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് direct tax, ഉദാഹരണം ഇൻകം ടാക്സ്. ഓക്കെ, ഇൻകം ടാക്സ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ direct tax, it should be deducted. And also non-tax payments. നോൺ ടാക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് നമ്മുടെ ഫൈൻസ്, പെനാൽറ്റീസ്, അതൊക്കെ എന്താണ്, നോൺ ടാക്സ് പേയ്മെന്റ്സ് ആണ്. സോ യു ക്യാൻ സി ഡയറക്ട് ടാക്സ് ഫസ്റ്റ് പേയ്മെന്റ് ഉണ്ട് ആൻഡ് നോൺ ടാക്സ് ഫോർത്തും ഉണ്ട്. ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ഇല്ല, ട്രാൻസ്ഫർ പേയ്മെന്റ് ഡിഡക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ട്രാൻസ്ഫർ പേയ്മെന്റ് ഇറ്റ്സ് നോട്ട് ഡിഡക്റ്റഡ് ആൻഡ് വിൻഫോൾ ഗെയിൻസ് ഇറ്റ്സ് നോട്ട് ഡിഡക്റ്റഡ്. കാരണം ഇത് രണ്ടും നമ്മുടെ പേഴ്സണൽ ഇൻകത്തിൽ ആഡ് ചെയ്ത് വരുന്നതാണ്. പേഴ്സണൽ ഇൻകത്തിൽ ആഡ് ചെയ്ത് വരുന്നു, അതിൽ എന്ത് ചെയ്യണം, അതിന് ഡിഡക്ട് ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞ ഡയറക്ട് ടാക്സും അതുപോലെ നോൺ ടാക്സ് പേയ്മെന്റ്സ്. സോ വിൻഫോൾ ഗെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വിൻഫോൾ ഗെയിൻസ് എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് മണി വിച്ച് ഇസ് ജനറേറ്റഡ് ഓൾ ഓഫ് എ സഡൻ, പെട്ടെന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പൈസ. ഉദാഹരണം ലോട്ടറി ഇല്ലേ, സപ്പോസ് യു വൺ എ ലോട്ടറി. സോ പെട്ടെന്നാണ് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ യു ആർ ജനറേറ്റിംഗ് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി. അത് നാഷണൽ ഇൻക്ലൂഡ് ചെയ്യത്തില്ല ഈ പറഞ്ഞ വിൻഫോൾ ഗെയിൻസോ അതുപോലെ ട്രാൻസ്ഫർ പേയ്മെന്റ്. സോ വിൻഫോൾ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ലോട്ടറി പേയ്മെന്റ് ആണ്. ആൻഡ് ദാറ്റ് വിൽ നോട്ട് ബി ഇൻക്ലൂഡ് അണ്ടർ നാഷണൽ ഇൻകം, ബിക്കോസ് ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റി വഴിയല്ല വിൻഫോൾ ഗെയിൻ ജനറേറ്റ് ചെയ്തത്. അതുപോലെ ട്രാൻസ്ഫർ പേയ്മെന്റ് യു ക്യാൻ സി നമ്മുടെ ഗവൺമെന്റ് നൽകുന്ന
സോഷ്യൽ സെക്യൂരിറ്റി, പെൻഷൻസ്, സ്കോളർഷിപ്സ്. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ കേരള ഗവൺമെന്റ് ഈസ് ഗിവിംഗ് 1600 rupees per person അല്ലെ, ധാരാളം സോഷ്യൽ പെൻഷൻസ് നൽകുന്നുണ്ട്. അതുപോലെ സ്കോളർഷിപ്സ്, ഇപ്പം ഡിഫറെന്റ് സ്റ്റുഡൻസിന് സ്കോളർഷിപ്സ്, അൺഎംപ്ലോയ്മെന്റ് അലവൻസ്. സോ യു ക്യാൻ സി ഓൾ ദീസ് ആർ ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ്, വിച്ച് മീൻസ് ദ പേയ്മെന്റ് വിച്ച് ഇസ് യൂണിലാറ്ററൽ ആണ്. ഒരു ഏരിയയിലേക്ക് മാത്രം ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ പബ്ലിക്കിന് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇറ്റ് ഇസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടിംഗ്, ഇറ്റ് ഇസ് നോട്ട് റിട്ടേണിംഗ് ടു ദ ഗവൺമെന്റ്. ഗവൺമെന്റിലേക്ക് തിരിച്ചു കൊടുക്കേണ്ടതല്ല, നേരെ മറിച്ച് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് പൈസ എന്താണ് ഇവർക്ക് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് ട്രാൻസ്ഫർ പേയ്മെന്റ്. സോ ആൻസർ പറയാണെങ്കിൽ പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം ഏൺ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് വിൽ നീഡ് ടു സബ്ട്രാക്ട് ടാക്സ്, direct tax and non-tax. So C is the right answer. Next, consider the following statements regarding GDP. GDP is the market value of final goods and services produced within a domestic territory of a country measured in a year. Second statement, if the country is not able to replace the capital stock lost through depreciation, GDP will fall. So first statement of course ശരിയാണ്. എന്താണ് GDP is the market value of all final goods and services produced within a domestic territory of a country measured in a year. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ മെഷർ ചെയ്യുന്ന ഗുഡ്സിന്റെയും അതുപോലെ സർവീസിന്റെയും ഫൈനൽ ഗുഡ്സിന്റെയും സർവീസിന്റെയും ഒരു മണി വാല്യൂ, അതായത് മാർക്കറ്റ് വാല്യൂ ആണ് GDP എന്ന് പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞത്? ഇഫ് ദ കൺട്രി ഈസ് നോട്ട് ഏബിൾ ടു റീപ്ലേസ് ക്യാപിറ്റൽ സ്റ്റോക്ക് ലോസ് ത്രൂ ഡിപ്രിസിയേഷൻ. സോ ഡിപ്രിസിയേഷൻ എന്താണ്? ഡിപ്രിസിയേഷൻ റെഫേഴ്സ് ടു ദ വെയർ ആൻഡ് ടെയർ ഓഫ് ക്യാപിറ്റൽ ആണ്. നമുക്കറിയാം, നമ്മളിപ്പോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പറഞ്ഞു, അതൊക്കെയാണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓണ്ടർപ്രണർ. സോ ദ ക്യാപിറ്റൽ എന്ന് ഞാൻ പറയുമ്പോൾ when I am mentioning capital in terms of economics, എക്കണോമിക്സിൽ ഞാൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ what I'm actually referring, the main reference അല്ലെങ്കിൽ what I'm actually referring is capital good ആണ്. സോ നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ there may be some machines, there may be some equipments. So these are capital goods in the industry. So ഈ പറഞ്ഞ capital good in due course of time may depreciate, may face some wear and tear, തേയ്മാനം ഉണ്ടാകാം അല്ലെ. സോ ഈ പറഞ്ഞ ക്യാപിറ്റൽ ഗുഡ് തേയ്മാനം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ നാഷണൽ ഡിഡക്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഒരു മെഷീൻ ഉണ്ട്. സോ ഇൻ ദ ഫസ്റ്റ് ഇയർ ഈ മെഷീന് സപ്പോസ് 10 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. സെക്കൻഡ് ഇയറിൽ ഈ മെഷീന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി, എഫിഷ്യൻസി എന്ത് ചെയ്തു? റിഡ്യൂസ് ചെയ്തു. സപ്പോസ് ഇറ്റ് പ്രൊഡ്യൂസ് 9.5 യൂണിറ്റ്സ് and the third year the efficiency further reduced and reduced to 9 units. So we can see the efficiency എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കുറയുന്നു. അതനുസരിച്ച് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ആണോ കുറയുന്നു. പറഞ്ഞ എന്താ? if the country is not able to replace capital stock lost through depreciation, GDP will fall because the efficiency of the capital reduce ചെയ്യുന്ന മൂലം we can see നമ്മുടെ GDP fall ചെയ്യാം. So second statement is also correct. So and ഈ പറഞ്ഞ GDP-യും ഡിപ്രീസിയേഷനും GDP-യും അതുപോലെ ഡിപ്രീസിയേഷനും റിലേറ്റ് ചെയ്ത ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് NDP, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ആൻഡ് NDP is equal to GDP മൈനസ് ഡിപ്രീസിയേഷൻ. GDP-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് NDP കിട്ടുന്നത്. ആൻഡ് ഈ NDP-യും GDP-യും തമ്മിലുള്ള ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഡിപ്രീസിയേഷൻ ആയിട്ട് വലിയൊരു ക്യാപിറ്റൽ, വി ആർ ലൂസിങ് a lot of capital stock because of depreciation. Wear and tear മൂലം വലിയൊരു capital stock ലോസ്റ്റ് ആവുന്നു എന്നൊരു ഒരു പോയിന്റ് ആണ് ഇവിടെ കിട്ടുന്നത്. സോ the second statement, both statements are correct. C is the right answer. 10th, consider the statements regarding GDP deflator and CPI. Consumer price index ഉം GDP deflator തമ്മിലുള്ള റിലേഷൻ ചോദിച്ചിരിക്കുന്നത്. First statement, CPI includes the price of consumed goods, price of goods consumed by representative consumer, hence it includes the price of imported goods. ശരിയാണ്. സോ CPI എന്ന് പറയുമ്പോൾ എന്താ? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. സോ നമ്മൾ ജനറലി വാർത്തയിൽ കാണുന്ന CPI എന്ന് പറയുമ്പോൾ CPI അർബൻ, CPI റൂറൽ, CPI കമ്പൈൻഡ് ഉണ്ട്. സോ ഈ പറഞ്ഞ CPI അർബൻ, CPI റൂറൽ, CPI കമ്പൈൻഡ് എടുക്കുമ്പോൾ നമ്മൾ വി ആർ കൺസിഡറിങ് എ റെപ്രസെന്റേറ്റീവ് കൺസ്യൂമർ. ഒരു കൺസ്യൂമർ കൺസിഡർ ചെയ്യുന്നു. എന്തൊക്കെയാണ് കൺസ്യൂമർ കൺസ്യൂം ചെയ്തത് എന്ന് കൺസിഡർ ചെയ്യുന്നു. ആൻഡ് വി ആർ ക്രിയേറ്റിംഗ് എ ബാസ്ക്കറ്റ് ഓഫ് ഐറ്റംസ്. ഇൻ ദ കേസ് ഓഫ് CPI അർബൻ ആണെങ്കിൽ ഏകദേശം 460 ഐറ്റംസ് ഉണ്ട്. ഇൻ ദ കേസ് ഓഫ് CPI റൂറൽ ആണെങ്കിൽ 448 ഐറ്റംസ് ഉണ്ട്. സോ ഒരു ബാസ്ക്കറ്റ് ഓഫ് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്തു.
ഈ ബാസ്കറ്റ് ഓഫ് ഐറ്റംസിന് ഹൗ മച്ച് ദ പ്രൈസ് ഇസ് ഇൻക്രീസിങ്, അതിന്റെ പ്രൈസിന് എന്താണ് ചേഞ്ച്, ആൻഡ് ദാറ്റ് വി ആർ ഫോക്കസിങ്. സോ ഈ പറഞ്ഞ CPI-ല് ഇമ്പോർട്ടഡ് ഐറ്റംസ്, ഇവർ കൺസ്യൂം ചെയ്യുന്ന ഐറ്റംസ് എന്തും ആയിക്കോട്ടെ, അത് ഇമ്പോർട്ട് ചെയ്ത ഐറ്റം ആയിക്കോട്ടെ, എക്സ്പോർട്ട് ചെയ്ത ഐറ്റം ആയിക്കോട്ടെ, സോ ഇമ്പോർട്ടഡ് ഐറ്റംസിന്റെ വാല്യൂ മെഷർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമുക്കറിയാം പെട്രോൾ ഒരു ഇമ്പോർട്ടഡ് ഐറ്റം ആണ്. സോ ഇമ്പോർട്ടഡ് ഐറ്റം അതിന്റെ വാല്യൂ CPI-ല് കൺസിഡർ ചെയ്യുന്നുണ്ട്. ആൻഡ് GDP റിഫ്ലേറ്റർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് മാത്രമേ എടുക്കത്തുള്ളൂ. സോ ഇൻ ദ കേസ് ഓഫ് GDP റിഫ്ലേറ്റർ ഇക്വേഷൻ എന്താണ്? നോമിനൽ ടു റിയൽ GDP ആണ്. നോമിനൽ GDP ടു റിയൽ GDP is the equation of GDP റിഫ്ലേറ്റർ. ആൻഡ് GDP എന്താണ്? GDP is the market value of final goods and services produced within the domestic territory of a country. ഒരു കൺട്രിയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ നിർമ്മിക്കപ്പെടുന്ന ഗുഡ്സ് സർവീസ് അതിന്റെ മാർക്കറ്റ് വാല്യൂ ആണ് GDP മെഷർ ചെയ്യുന്നത്. സോ GDP റിഫ്ലേറ്ററിനകത്ത് ഇമ്പോർട്ട് ഗുഡ്സ് വരില്ല, പക്ഷേ CPI-ക്കകത്ത് ഇമ്പോർട്ട് ഗുഡ്സ് വരും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, the weight are constant in CPI, but they differ according to the production level of each good in GDP deflator. ശരിയാണ്. In the case of CPI-ക്കകത്ത് ഇപ്പൊ ഫുഡ് ഐറ്റംസിന് ഒരു വെയിറ്റ് ഉണ്ട്, ഒരു വെയിറ്റേജ് ഉണ്ട്. അതുപോലെ ക്ലോത്തിങ്ങിന് വെയിറ്റേജ് ഉണ്ട്, ക്ലോത്തിങ്, ഫുട്വെയർ അങ്ങനെ വെയിറ്റേജ് ഉണ്ട്. സോ ഡിഫറെന്റ് ഐറ്റംസ് ഇൻ CPI is supposed to is given a weightage. പക്ഷേ GDP റിഫ്ലേറ്റർ അങ്ങനൊന്നുമല്ല. there is no weightage. നേരെ മറിച്ച് ഒരു ഐറ്റം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ആ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ചാണ് GDP റിഫ്ലേറ്ററിൽ GDP വ്യത്യാസം വരുന്നത്. ഓക്കെ, GDP വ്യത്യാസം വരുന്ന അനുസരിച്ചാണ് GDP റിഫ്ലേറ്ററിൽ ചേഞ്ച് വരുന്നത്. സോ there is no weightage in the case of GDP deflator, but in the case of CPI the weights assigned to different commodities are constant ആണ്. ഓരോ ഐറ്റത്തിനും, ഓരോ ബാസ്ക്കറ്റ് ഓഫ് ഐറ്റംസിനും CPI-ല് കൊടുക്കുന്ന വെയിറ്റേജ് കോൺസ്റ്റന്റ് ആണ്. നമ്മളെ WP എടുക്കുമ്പോഴും ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് അത് എടുക്കുമ്പോൾ എന്താണ്, അതേപോലെ തന്നെയാണ് ഡിഫറെന്റ് ഐറ്റംസിന് വെയിറ്റേജ് ഉണ്ട്. പ്രൈമറി ആർട്ടിക്കിൾസിന് വെയിറ്റേജ്, മാനുഫാക്ചർ ഐറ്റംസിന് വെയിറ്റേജ്, ഫ്യൂൽ ആൻഡ് പവറിന് വെയിറ്റേജ്. സോ ഓരോ ഐറ്റത്തിനും ഓരോ വെയിറ്റേജ് നമുക്ക് കാണാൻ കഴിയും. സോ ആൻസർ വിൽ ബി D. All the three statements are correct. Which of the following are the essential characteristics of a capital good? Capital good in the production. So first statement, it is a durable output produced as a result of man-made process. The durable output produced as a result of man-made process. ശരിയാണ്. So there are three characteristics of a capital good. നമുക്കറിയാം ഒരു ക്യാപിറ്റൽ ഗുഡിന്റെ പ്രധാനമായും 3 ഫീച്ചേഴ്സ് അല്ലെങ്കിൽ 3 ക്യാരക്ടേഴ്സ് നമുക്ക് കാണാൻ കഴിയും. ഫസ്റ്റ് ക്യാരക്ടർ, ഇറ്റ് ഈസ് an output of a man-made production process. മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ man-made പ്രോസസ് മൂലം ജനറേറ്റ് ചെയ്ത ഔട്ട്പുട്ട് ആയിരിക്കും ഒരു ക്യാപിറ്റൽ ഗുഡ്. അതുപോലെ it will act as an input for a production process. നമുക്കറിയാം one of the factor in the production is capital good ആണ്. So it is an input of a production process. And the third feature is it will not get consumed, it will not get lost during the production process. നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഈ പറഞ്ഞ ഗുഡ്സ്, ഈ പറഞ്ഞ കൺസ്യൂമർ ക്യാപിറ്റൽ ഗുഡ് അത് ട്രാൻസ്ഫോം ചെയ്യാൻ പാടില്ല, അത് പുതിയൊരു പ്രൊഡക്റ്റ് ആയിട്ട് മാറിപ്പോകാൻ പാടില്ല. അതുപോലെ അത് കൺസ്യൂം ചെയ്ത് ഇല്ലാണ്ടായി പോകാനും പാടില്ല. വരണ്ടാറുണ്ടാവാം, അത് വേറെ, വരണ്ടാറും വേറെ. ഇവിടെ പറയാൻ എന്താ, ഒരു ക്യാപിറ്റൽ ഗുഡ് ആണെങ്കിൽ ആ ക്യാപിറ്റൽ ഗുഡ് ഒരു മാനുവൽ പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് ആയിരിക്കണം. ആൻഡ് it will be used as a input for a production process, and it will not get consumed or transformed in the production process. So നമുക്ക് കാണാം, first statement, it's a durable output produced in the production process. First statement is correct. The second statement, it can act as a input for further production process without getting transformed or consumed. So both the statements are correct. So answer will be both 1 and 2. 12th, consider the following factors of production and their remunerations. നമ്മൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ലേബർ ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഇൻട്രസ്റ്റ്. ദ റെമ്യൂണറേഷൻ ഇറ്റ് ഈസ് റിസീവ് ടു ലാൻഡ് ഈസ്, സോറി ലേബർ അല്ല, ലാൻഡ് ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഇൻട്രസ്റ്റ്. ദ റെമ്യൂണറേഷൻ വിച്ച് ഈസ് റിസീവ്ഡ് ടു ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇസ് റെന്റ് ആണ്. അതുപോലെ ലേബർ ആണെങ്കിൽ വേജ്, ഓൺടർപ്രണർ ആണെങ്കിൽ പ്രോഫിറ്റ്, ആൻഡ് ക്യാപിറ്റൽ ആണെങ്കിൽ not capital gain, it is interest.
So you can see the four factors are land, labor, capital, and interest. Sorry, capital and entrepreneur. And these four factors of production are getting some remunerations since they are engaging in the production activity of a business firm. ഒരു പ്രൈവറ്റ് ഫേമിന്റെ അല്ലെങ്കിൽ ബിസിനസ് ഫേമിന്റെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് they will get some earnings or remunerations. So in the case of land, it is called as rent. Rent എന്നറിയപ്പെടുന്നത്. അതുപോലെ വേജ് ആണെങ്കിൽ ലേബർ ആണെങ്കിൽ വേജ്, ഓണർപ്രണർ ആണെങ്കിൽ പ്രോഫിറ്റ്, ക്യാപിറ്റൽ ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇൻട്രസ്റ്റ്. സോ ഇവിടെ ശരിയായിട്ടുള്ളത് 2 ഉം 3 മാത്രമാണ്. സോ ബി ഇസ് ദ റൈറ്റ് ആൻസർ. Identify the transaction where there is a final good. So final good ഉള്ള ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്യുക. ഫസ്റ്റ്, tea leaves purchased by the tea seller. Second statement, the person purchasing tea leaves for home purposes. Third, electricity consumed by Ask IAS. So ഇതൊക്കെ പറയാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, tea leaves purchased by tea seller. So final goodനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. Final good can be a capital good or consumption good. ഒന്നെങ്കിൽ കൺസംഷൻ ഗുഡ് ആവാം, ഒരു ഹൗസ് ഹോൾഡ് കൺസ്യൂം ചെയ്യുന്ന ഗുഡ് ആവാം, ഫൈനൽ കൺസംഷൻ ഗുഡ് ആവാം. സോ ഫൈനൽ ഗുഡ് ക്യാൻ ബി എ ക്യാപിറ്റൽ ഗുഡ് ഓർ എ കൺസംഷൻ ഗുഡ്. സോ സെക്കൻഡ് നോക്കൂ, പേഴ്സൺ പർച്ചേസിംഗ് ടീ ലീവ്സ് ഫോർ ഹോം പർപ്പസ്. അയാളുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഒരു പേഴ്സൺ നമ്മുടെ തേയിലപ്പൊടി വാങ്ങിക്കുന്നു. സോ ഈ പറഞ്ഞ ചായപ്പൊടി വാങ്ങിക്കുമ്പോൾ വി ക്യാൻ സി ദ ലാസ്റ്റ് ട്രാൻസാക്റ്റഡ് ഐറ്റം ഇൻ ദ മാർക്കറ്റ് ഈസ് ടീ ലീവ്സ് ആണ്. When a person is purchasing tea leaves from the market, മാർക്കറ്റിൽ നിന്ന് ടീ ലീവ്സ് മേടിക്കുമ്പോൾ the last transacted product from the market is tea leaves. So tea leaves ആണ് ലാസ്റ്റ് ട്രാൻസാക്ഷൻ പ്രൊഡക്റ്റ്. അത് കൺസംഷൻ ഗുഡ് ആണ്, ഹൗസ് ഹോൾഡ് ഓൺ കൺസംഷൻ വേണ്ടിയാണ് ഹൗസ് ഹോൾഡ് വാങ്ങിക്കുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. തേർഡ് നോക്കൂ, ഇലക്ട്രിസിറ്റി കൺസ്യൂംഡ് ബൈ ആസ്ക് IAS. സോ ആസ്ക് IAS വർക്ക് ചെയ്യുന്നു. ആൻഡ് ആസ്ക് IAS വർക്ക് ചെയ്യുമ്പോൾ Ask IAS may use some inputs, some intermediate goods. So electricity is not a final good. Karana, the last transacted product of Ask IAS is education. Suppose ഞാൻ from Ask IAS നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു. Suppose it is an online class. So online class ആകുമ്പോൾ we may be using electricity, internet, etc. So ഈ പറഞ്ഞ electricity is consumed throughout the class. ഈ പറഞ്ഞ ക്ലാസ് എടുക്കുമ്പോഴെല്ലാം ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വൈഫൈ ഓർ ഇന്റർനെറ്റ് ഇസ് കൺസ്യൂം ത്രൂ ഔട്ട് ദ ക്ലാസ്. സോ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞ നെറ്റ് ഇതൊക്കെ പറഞ്ഞ ദിസ് ഇസ് നോട്ട് എ ഫൈനൽ ഗുഡ്. അത് ഫൈനൽ ഗുഡ് അല്ല. നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിലും വി ആർ യൂസിങ് ദാറ്റ് ആസ് എൻ ഇൻപുട്ട് ടു പ്രൊഡ്യൂസ് ദ ഫൈനൽ ഔട്ട്പുട്ട് ഓഫ് എഡ്യൂക്കേഷൻ സർവീസ്. എഡ്യൂക്കേഷൻ സർവീസ് എന്ന ഫൈനൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് ഇൻപുട്ട് ആയിട്ട് യൂസ് ചെയ്യുകയാണ്. സോ അതെന്താണ്, ഒരു ഇന്റർമീഡിയറ്റ് ഗുഡ് ആണ്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. അവർ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ, ടീ ലീവ്സ് പർച്ചേസ് ബൈ ടീ സെല്ലർ. ഇപ്പോൾ ഒരു ചായക്കടക്കാരൻ ചായപ്പൊടി മേടിക്കുന്നു. സോ ഈ ചായപ്പൊടി ഓൺ കൺസംഷൻ വേണ്ടിയല്ല മേടിക്കുന്നത്, മറിച്ച് he is using the tea leaves for making tea. So the last transacted product എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം ട്രാൻസാക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ it is tea ആണ്. It is not tea leaves. So first statement we can see tea leaves here is an intermediate good. ഒരു intermediate good ആണ്. അതുപോലെ തേർഡിലും electricity is a intermediate good ആണ്. And we can see 2 only is the right answer. So answer will be D. Electricity consumed by home purpose ആണെങ്കിൽ എന്താവും, it is a final good. കാരണം എന്താ, ഫൈനൽ ട്രാൻസാക്ഷൻ ഐറ്റം എന്താ, ഇലക്ട്രിസിറ്റി ആണ്. ആ ഇലക്ട്രിസിറ്റി നമ്മൾ വേറെ ഒന്നിനു വേണ്ടിയല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത് എന്താ, ഓൺ കൺസംഷൻ ആണ്. നേരെ മറിച്ച് ഒരു കടക്കാരനാന്ന് വെച്ചോ, ഒരു ചായക്കടക്കാരൻ ഇലക്ട്രിസിറ്റി വാങ്ങിക്കുന്നു. അവിടെ എന്താണ് അയാൾ ചെയ്തത്, അയാൾ പ്രൊവൈഡ് ചെയ്തത് സർവീസ് ആണ്. ഇപ്പോൾ റെസ്റ്റോറന്റ് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ഫൈനൽ ഔട്ട്പുട്ട്. ഇറ്റ്സ് നോട്ട് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി അല്ല ഫൈനൽ സർവീസ്. ഫൈനൽ സർവീസ് എന്താണ്, അയാളുടെ ഫുഡ് ഐറ്റംസ് ആണ്. സോ ഇലക്ട്രിസിറ്റി അദ്ദേഹം ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഇൻപുട്ട് ആയിട്ടാണ്. ഇറ്റ്സ് നോട്ട് എ ഫൈനൽ ഗുഡ്, ബട്ട് ഇറ്റ് ഈസ് എ ഇന്റർമീഡിയറ്റ് ഗുഡ്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. സോ which of the following would be considered as a domestic territory for estimating GDP of a country?
GDP of a country എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് ദ ഡൊമസ്റ്റിക് ടെറിട്ടറി? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എസ്റ്റിമേറ്റിംഗ് GDP. സോ ഈ പറഞ്ഞ GDP ഡെഫിനിഷനകത്ത് we can see GDP is the market value of final goods and services that are produced in the domestic territory, the country during a financial year എന്നാ പറഞ്ഞത്. സോ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ GNP ആണെങ്കിൽ ഇറ്റ് ഈസ് മച്ച് മോർ നാഷണൽ പെർസ്പെക്റ്റീവ് ആണ്, അല്ലെങ്കിൽ സിറ്റിസൺ പെർസ്പെക്റ്റീവ് ആണ് GNP എന്ന് പറഞ്ഞത്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് GDP എന്ന് പറഞ്ഞാൽ ദ മെയിൻ ഫോക്കസ് ഈസ് ടെറിട്ടോറിയൽ ആണ്. സോ എവിടെ നിർമ്മിക്കപ്പെടുന്നു? വി ആർ ഫോക്കസിങ് ഓൺ where the production activities taking place. Where is the economic territory? ഈ പറഞ്ഞ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? Where is the economic territory? That is from where the production is taking place. So you can see ഈ പറഞ്ഞ ടെറിട്ടറി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന് പറയുമ്പോൾ ഇതൊരു നാരോ പെർസ്പെക്റ്റീവ് അല്ല, നമ്മുടെ പൊളിറ്റിക്കൽ ബൗണ്ടറി മാത്രമല്ല, നമ്മുടെ ജോഗ്രഫിയിൽ കാണുന്ന പൊളിറ്റിക്കൽ ബൗണ്ടറി മാത്രമല്ല, ഒരു കുറച്ചൊരു വൈഡ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ആണ് ഇതിനുള്ളത്. So you can see ടെറിട്ടറിയൽ വാട്ടേഴ്സ്, നമ്മുടെ ഇന്ത്യയുടെ ടെറിട്ടറിയൽ വാട്ടേഴ്സ്, അതുപോലെ എയർ സ്പേസ്, അതൊക്കെ എന്താണ്? ഡൊമസ്റ്റിക് ടെറിട്ടറി ആണ്. സോ എയർ സ്പേസ്, ടെറിട്ടറിയൽ വാട്ടേഴ്സ് ഇറ്റ്സ് ഓൾസോ ഡൊമസ്റ്റിക് ടെറിട്ടറി. അതുപോലെ ഷിപ്സ്, എയർക്രാഫ്റ്റ് ഓപ്പറേറ്റഡ് ബൈ റെസിഡൻസ്, നമ്മുടെ ഇന്ത്യയിലെ റെസിഡൻസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഷിപ്സ്, എയർക്രാഫ്റ്റ്, ദാറ്റ് ഈസ് ആൾസോ എ ഡൊമസ്റ്റിക് ടെറിട്ടറി. അതുപോലെ ഫിഷിംഗ് വെസൽസ്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് റിഗ്സ് ഓപ്പറേറ്റഡ് ബൈ റെസിഡൻസ്. സോ നമ്മുടെ റെസിഡൻസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഷിപ്സ്, ഈ പറഞ്ഞ നാച്ചുറൽ ഗ്യാസിന്റെ റിഗ്സ്, ഇതെല്ലാം എന്താണ്? ഡൊമസ്റ്റിക് ടെറിട്ടറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതുപോലെ ഒന്നാണ് എംബസീസ്, ഇപ്പൊ ഇന്ത്യൻ എംബസീസ് ഇൻ അബ്രോഡ്. ഇപ്പൊ പാകിസ്ഥാനിൽ ഒരു ഇന്ത്യൻ എംബസി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇന്ത്യൻ എംബസിക്കകത്ത് ഒരു കൊലപാതകം നടന്നു വെച്ചോ, പാകിസ്ഥാനിലെ ഇന്ത്യൻ എംബസിയിൽ ഒരു മർഡർ നടന്നു, ആൻഡ് ദ പേഴ്സൺ വിൽ ബി ട്രയൽഡ് യൂസിങ് IPC ആയിരിക്കും. കാരണം എന്താ? ഇന്ത്യൻ എംബസി എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയാണ്. ഏത് കൺട്രി ആയിക്കോട്ടെ, ഇപ്പൊ ഇന്ത്യ ഇപ്പൊ അമേരിക്കയിൽ പോയി എംബസി തുടങ്ങി, അമേരിക്കൻ എംബസിയിലോ അല്ല അമേരിക്കൻ കൺസുലേറ്റിലോ ഒരു തെഫ്റ്റ് നടന്നു, അല്ലെങ്കിൽ ഒരു മർഡർ നടന്നു, ആ ടെറിട്ടറിക്കുള്ളിലാണ് നടന്നതെങ്കിൽ എന്താണ്? അത് ഇന്ത്യയാണ്. സോ നമ്മളിപ്പോ അവിടെ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നിൽക്കുന്നത് ഇന്ത്യയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് സി വെൻ ദർസ് എ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ഗവൺമെന്റ്, നമ്മുടെ ഇന്ത്യയിലെ ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും പ്രൊട്ടസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്? ഇപ്പൊ ഉദാഹരണം ഫാമേഴ്സ് ബിൽ സമയത്ത് there are some protests among the various sections of society, especially in UK, കാനഡ, അവിടെയൊക്കെ ധാരാളം പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. സിഖ് കമ്മ്യൂണിറ്റിക്ക് കൊണ്ട് തന്നെ ധാരാളം പ്രൊട്ടസ്റ്റ് ഈ പറഞ്ഞ ഫാമേഴ്സ് ബില്ലിനെതിരെ ഉണ്ടായിരുന്നു. ആൻഡ് ദീസ് പേഴ്സൺസ് പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദിസ് ഫാമേഴ്സ് ബിൽ ഇൻ ദ ഫ്രണ്ട് ഓഫ് ഇന്ത്യൻ എംബസി. ഇന്ത്യൻ എംബസിന് മുമ്പിൽ പോയിട്ടാണ് പ്രൊട്ടസ്റ്റ് ചെയ്തത്. ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ പറയല്ലേ, ഇപ്പം കേന്ദ്രത്തിനെതിരെ സമരം നടത്തണമെങ്കിൽ ഒന്നുകിൽ രാജ്ഭവനിൽ പോകും, ഗവർണർ എടുക്ക് പോകും, അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ്, അല്ലെ BSNL. അതുപോലെ തന്നെ ഈ പറഞ്ഞ ചിലർ പെട്രോൾ പമ്പിൽ പോകും, അത് വേറെ കാര്യം. സോ ഇത് പറയുന്ന ടെറിട്ടറിയൽ വാട്ടേഴ്സ്, ഷിപ്സ്, അതുപോലെ ഫിഷിംഗ് വെസൽസ്, ഇവയെല്ലാം എന്താ? ടെറിട്ടറി ആണ്. അതുപോലെ എംബസി അബ്രോഡ്, അതും ടെറിട്ടറി ആണ്. പക്ഷെ ഇവിടെ ചോദിച്ചത് എന്താണ്? എംബസീസ് ആൻഡ് കോൺസുലേറ്റ്സ് ഓഫ് ഫോറിൻ കൺട്രീസ് ലൊക്കേറ്റഡ് ഇൻ കൺട്രി എക്സ്, അത് വരത്തില്ല. അതെന്താണ്? ഇപ്പൊ പാകിസ്ഥാൻ എംബസി ഇന്ത്യക്കകത്ത് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് പാകിസ്ഥാൻ. സോ ഇത് ടെറിട്ടറിക്കകത്ത് വരത്തില്ല. ഫോറിൻ കോൺസുലേറ്റ്സ് ഇൻ ഇന്ത്യ or in country X is not under domestic territory. പക്ഷെ നേരെ മറിച്ച് കൺട്രി എക്സിന്റെ കോൺസുലേറ്റ്സോ എംബസീസോ ഫോറിൻ കൺട്രി ഉണ്ടെങ്കിൽ അത് എന്ത് വന്നേനെ? ഡൊമസ്റ്റിക് ടെറിട്ടറി വന്നേനെ. സോ ആൻസർ 1, 2 and 3, and the answer will be C, 1, 2 and 3. Okay. 15. Consider the following statements regarding potential GDP. So it's a real value of goods and services that can be produced when a country's factors of production are fully employed. എന്താണ്? നമുക്കറിയാം ഒരു കൺട്രിയുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫുള്ളി എംപ്ലോയിഡ് ആയിട്ട് ഇരിക്കുമ്പോൾ എത്രയാണ് ഒരു കൺട്രിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന GDP? ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ GDP. ഒരു കൺട്രിയുടെ പൊട്ടൻഷ്യൽ എന്താണ്? വാട്ട് ഈസ് ദ ആക്ച്വൽ പൊട്ടൻഷ്യൽ ഓഫ് എ കൺട്രി? സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്. എന്താണ്? ഇറ്റ്സ് എ റിയൽ വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് when a country is using its full potential, or when the country is employing the 100% in the factors of production. First statement correct ആണ്. Second, it is determined by economies productive capacity, which depends upon the inputs available and technological efficiency. So അത് ശരിയാണ്.
സോ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇറ്റ്സ് നോട്ട് എ ടഫ് ക്വസ്റ്റ്യൻ. കാരണം ആ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ you can get a perspective that it is not wrong. തെറ്റല്ലെന്ന് ഒരു ഉറപ്പ് വരും. കാരണം വായിക്കുമ്പോൾ തന്നെ എന്താ പറഞ്ഞത്, ഈ പറഞ്ഞ കൺട്രിയുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അത് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും പക്ഷേ GDP മെഷർ ചെയ്യുന്നത്. അതുപോലെ അവിടുത്തെ ഇൻപുട്ട് അവൈലബിളും അതുപോലെ എന്തായിരിക്കും അവിടുത്തെ എഫിഷ്യൻസി, ടെക്നോളജിക്കൽ എഫിഷ്യൻസി, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് അവിടുത്തെ പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യുന്നത് പറയുന്നു. So you can see both the two statements are correct. So the answer will be C, both 1 and 2. Much explanation ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഐഡിയ കിട്ടും. Okay. Next comes to the statements regarding second 5-year plan. The second 5-year plan urged the government to develop basic heavy industries to strengthen the foundation of economic independence. The plan was a complete failure in reaching targets due to unforeseen events like Chinese aggression, Indo-Pak war. So നിങ്ങൾക്ക് പ്ലാനിംഗ് കമ്മീഷന്റെ ഒരു ചരിത്രം അറിയാം, ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ഒരു ഹിസ്റ്ററി, ഒരു ബേസിക് ഹിസ്റ്ററി അറിയാമെങ്കിൽ you can clearly answer the question. First statement, the second plan urged the government to develop basic heavy industry. That is correct, because when you are looking into the history of Indian planning, the first plan was during the period 1951-56. After India's independence, 1950 planning commission board planning commission form ചെയ്തത്. So in the year 1950, March 15, planning commission was established in the country, and the main intention of the planning commission to draft 5-year plans to boost growth, to boost modernization in the country, and to ensure social justice, and to increase the equality in the country, and to eradicate inequality. So inequality eradicate ചെയ്യുക, poverty reduce ചെയ്യുക, so growth, modernization, social justice, ഇതൊക്കെ എന്തായിരുന്നു നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ഒബ്ജക്റ്റീവ് ആണ്. And in order to achieve these objectives, planning commission will be formulating different plans in the course of time. ഈ പറഞ്ഞ പ്ലാൻ കമ്മീഷൻ ഡിഫറെന്റ് പ്ലാൻസ് ഫോം ചെയ്യണമെന്ന് പറഞ്ഞു. And അങ്ങനെ on the basis of this formation, the first plan was during the period 1951-56. 51 മുതൽ 56 വരെ first plan. The second plan was 56-61. So first plan, the focus area is improvement in the agriculture ആണ്. Second plan focused on improving the heavy industry sector ആണ്, അല്ലെങ്കിൽ നമ്മുടെ ആനസ്റ്റീൽ പോലുള്ള ഇൻഡസ്ട്രീസ് സ്റ്റെപ്പ്. First statement is correct. The second plan asked the government to develop basic industries എന്ന് പറഞ്ഞാൽ ശരിയാണ്. അതുപോലെ തന്നെ on the commencement of this second plan, a new industrial policy was also announced by the government of India. 1956 ഒരു പുതിയ ഇൻഡസ്ട്രിയൽ പോളിസി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനൗൺസ് ചെയ്തിരുന്നു. So you can see the first statement is correct. And the second statement, the plan was a complete failure. This is wrong, because the Chinese aggression and Indo-Pak war happened during third plan. Third plan സമയത്താണ് ഈ പറഞ്ഞ Indo-China war 1961-66. That is the time period. So ഈ പറഞ്ഞ third plan periodലാണ് ഈ പറഞ്ഞ Chinese aggressionനും Indo-Pak war ഉണ്ടാകുന്നത്. And third plan was a failure, complete failure ആയിരുന്നു. So answer will be 1. So which of the following need to be adjusted to GDP at market price in order to obtain NNP at market price? So GDP at market price നൊപ്പം എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്താലാണ് you will get NNP at market price? So GDP അതിൽ നിന്ന് എന്താ നമുക്ക് വേണ്ടത്? NNP ഒബ്റ്റെയിൻ ചെയ്യണം. So NNP എന്ന് പറയുമ്പോൾ it is GNP minus depreciation ആണ്. So GNP minus depreciation ആണ് NNP. And in order to obtain GNP, we need to add net factor income from abroad to GDP. GDP ലേക്ക് net factor income from abroad add ചെയ്യണം. So we can see ഈ പറഞ്ഞ GDP plus net factor income from abroad, അതിൽ നിന്ന് depreciation കുറയ്ക്കണം. So ഓപ്ഷൻ എന്തൊക്കെയാണ്? 1, net factor income from abroad ശരിയാണ്. അതുപോലെ subsidies no need, indirect tax no need, depreciation yes. So 1 and 4, B is the right answer. 18th question, consider statements regarding import substitution policy in India. നമ്മുടെ ഇന്ത്യയിലെ
import substitution policy പറ്റി ചോദിച്ചത്. So this policy refers to a policy substituting or replacing imports with domestic production. So എന്താണ് import substitution? So നമുക്ക് കാണാം in the initial stage of Indian economy, because at the time of independence, നമ്മളൊരു completely dependent economy ആയിരുന്നു. നമുക്ക് ഫുഡ് ഗ്രെയിൻസ് ആയാലും എല്ലാത്തിനും we need to rely on foreign countries. Foreign countries-നെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ വർക്ക് ചെയ്തത്. ആൻഡ് യു ക്യാൻ സി import substitution എന്ന ഈ പോളിസി ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്യുന്നത് ഒരു തേർഡ് പ്ലാൻ പീരീഡിലാണ്. നമ്മുടെ തേർഡ് പ്ലാൻ പീരീഡിലാണ്, അതായത് 1960 സമയത്താണ് നമ്മുടെ import substitution എന്ന ആശയം ഗവൺമെന്റ് എടുക്കുന്നത്. And the main intention of this import substitution policy was to reduce import by substituting the imported item by producing the same item in the domestic market. നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഐറ്റം നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരുന്ന ഐറ്റംസ് എന്ത് ചെയ്യുക, ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുക. We need to substitute the imported items with domestic production. That is the policy, import substitution policy. So അത് പ്രകാരമാണ് നമ്മുടെ സെക്കൻഡ് പ്ലാനിൽ ഹെവി ഇൻഡസ്ട്രീസിന്റെ ഒരു ത്രസ്റ്റ് വരുന്നുണ്ട്. അതിനുശേഷം തേർഡ് പ്ലാനിലും വി ക്യാൻ സി ഈ പറഞ്ഞ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസി ഗവൺമെന്റ് കൊണ്ടുവരുന്നു. ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് തേർഡ് പ്ലാൻ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നടപടി ഗവൺമെന്റ് കൈക്കൊള്ളാൻ പറയുന്നു. ആൻഡ് ആഫ്റ്റർ ദിസ് തേർഡ് പ്ലാൻ ഗ്രീൻ റെവല്യൂഷൻ വരുന്നുണ്ട്. കാരണം 1960 ശേഷം ഗ്രീൻ റെവല്യൂഷൻ ഒരു സ്റ്റെപ്പ് വരുന്നു. 69 ശേഷം ഗ്രീൻ റെവല്യൂഷൻ ഇന്ത്യയിൽ ഒരു സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുന്നു. സോ അതുവഴി ഫുഡ് ഗ്രെയിൻസിന്റെ ഒരു പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ബിഫോർ ദാറ്റ് വി യൂസ് ടു ഡിപ്പെൻഡ് ഓൺ USA ഫോർ ദ ഫുഡ് എയ്ഡ്. USA നിന്ന് ഫുഡ് എയ്ഡ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, നമുക്കത് ഒഴിവാക്കാൻ പറ്റി. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. സെക്കൻഡ്, ഇന്ത്യ സ്റ്റാർട്ടഡ് ദ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസി ആഫ്റ്റർ ദ ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ബിഫോർ മുമ്പേ ഉണ്ടാകുന്ന കാര്യമാണ്. സോ ഡ്യൂറിംഗ് 1961-66 ആ ടൈമിൽ തന്നെ നമ്മൾ ഈ പോളിസി അഡോപ്റ്റ് ചെയ്തിരുന്നു. സോ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. സോ വൺ ഓൺലി ഈസ് ദ റൈറ്റ് ആൻസർ. Next, which of the following is the tax assessed against private individuals or businesses for engaging in activities that create adverse side effects of the society? നമുക്കറിയാം നമ്മുടെ GDP-യിൽ നമ്മൾ മെഷർ ചെയ്യപ്പെടാത്ത ഒരു കാര്യമാണ് പൊല്യൂഷൻ, അതുപോലെ എൻവയോൺമെന്റൽ എക്സ്റ്റേണലിറ്റീസ് അല്ലെ. എക്സ്റ്റേണലിറ്റി എന്ന് വെച്ചാൽ എന്താ, സംതിങ് നെഗറ്റീവ് ദാറ്റ് ക്രിയേറ്റ്സ് ടു ദ എൻവയോൺമെന്റ്, അല്ലെങ്കിൽ എൻവയോൺമെന്റോ അല്ലെങ്കിൽ അവിടുത്തെ പോപ്പുലേഷനോ നെഗറ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന എന്ത് സംഭവം. പൊല്യൂഷൻ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇവന്റാണ്. സോ ഈ പറഞ്ഞ നെഗറ്റീവ് എക്സ്റ്റേണലിറ്റീസിനെ എന്ത് ചെയ്യുക, നമ്മൾ അതിനെ ടാക്സ് ചെയ്യുക. നെഗറ്റീവായിട്ട് നമ്മുടെ എക്കണോമിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിനെ ഇമ്പാക്ട് ചെയ്യുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ഇവന്റ്സിനെ എന്ത് ചെയ്യുക, നമ്മൾ ടാക്സ് ചെയ്യുക. ഇതാണ് പിഗോവിയൻ ടാക്സിന്റെ റോള്. സോ ആൻസർ എന്താണ്, വിച്ച് ഇസ് ദ ടാക്സ് എന്ന് ചോദിച്ചത്. ദ ടാക്സ് ഈസ് പിഗോവിയൻ ടാക്സ്. സോ പിഗോവിയൻ ടാക്സ് എന്നാ പറയുന്നത്, Pigovian tax, and the tax mainly aims to tax those negative externalities which affects the society. നമ്മുടെ സൊസൈറ്റിനെ അഫക്ട് ചെയ്യുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അതിനെ ടാക്സ് ചെയ്യുക. ഇതാ നമ്മുടെ ഇന്ത്യയിൽ പണ്ടൊരു ടാക്സ് ഉണ്ടായിരുന്നു, ക്ലീൻ എനർജി സെസ്. ക്ലീൻ എനർജി സെസ് ഓർമ്മയുണ്ടോ? ക്ലീൻ എനർജി സെസ്, ഹാവ് യു ഹേർഡ് അബൌട്ട് ദിസ്? ക്ലീൻ എനർജി സെസ് ഇത് കോൾ മേലെ വരുന്നതാണ്. നമ്മുടെ കോൾ മൈനിന് മേലെ വരുന്നതാണ്. 400 rupees പെർ ടൺ ഓഫ് കോൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് വരുന്നത് 2010 സമയത്താണ്. ക്ലീൻ എനർജി സെസ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2010-ലാണ്. ക്ലീൻ എനർജി സെസ് വാസ് ഇൻട്രൊഡ്യൂസ് ഇൻ ഇന്ത്യ. ക്ലീൻ എനർജി സെസ്. ആൻഡ് ക്ലീൻ എനർജി സെസ് എന്താ, നമുക്കറിയാം കോള് നമ്മുടെ എൻവയോൺമെന്റ് പൊള്യൂട്ടിംഗ് ആയിട്ടുള്ള ഇതാണ് കോളിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കോളിന്റെ യൂസേജ്. ആസ് എ പിഗോവിയൻ ടാക്സ് എന്ന രീതിയിലാണ് ക്ലീൻ എനർജി സെസ് കൊണ്ടുവരുന്നത്. അതുപോലെ ഇതിന്റെ പേര് പിന്നെ മാറ്റി, ക്ലീൻ എനർജി സെസ് മാറ്റിയിട്ട് ക്ലീൻ എൻവയോൺമെന്റ് സെസ് എന്ന് വിളിച്ചു. ക്ലീൻ എൻവയോൺമെന്റ് സെസ് എന്ന് 2016 ഇതിനെ റീനെയിം ചെയ്തു. അത് കഴിഞ്ഞ് 2017 ഈ പറഞ്ഞ സെസ് നമ്മുടെ GST-യിലേക്ക് മെർജ് ചെയ്തു. കറന്റ് ഇറ്റ് ഇസ് നോട്ട് മെഷർ. കറന്റ് ഇപ്പൊ ഇത് ലഭിക്കുന്നില്ല. എന്ത് ചെയ്തു, ഇപ്പൊ പണ്ട് 2010 ഇൻട്രൊഡ്യൂസ് ചെയ്തു. 14 ക്ലീൻ എനർജി സെസ് മാറ്റിയിട്ട് ക്ലീൻ എൻവയോൺമെന്റ് സെസ് നോക്കി. 2017 ഈ പറഞ്ഞ സെസ് GST-യിലേക്ക് മെർജ് ചെയ്തു. സോ ദാറ്റ് ഈസ് പിഗോവിയൻ ടാക്സ്. ആൻഡ് ഇത് കൊണ്ടുവന്നത് ആർതർ സി പിഗോ എന്ന ഒരു വ്യക്തിയാണ്, എക്കണോമിസ്റ്റ് ആണ് ഈ ഒരു ടാക്സ് പ്രപ്പോസ് ചെയ്തത്. അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആൻഡ്
20th question. ബാക്കി ഓപ്ഷനോ? ഓക്കെ ഓക്കെ. ബാക്കി ഓപ്ഷൻ ഇപ്പൊ ടോബിൻ ടാക്സ്. ടോബിൻ ടാക്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് ലെവിഡ് ഫോർ കറൻസി എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, കറൻസി എക്സ്ചേഞ്ച് സമയത്ത് ഇതാണ് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നു, ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നു, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് വിചാരിക്കാം. സോ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇന്ത്യൻ എക്കണോമി ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് കണ്ടുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ആഫ്റ്റർ ദിസ് ഇൻവെസ്റ്റ്മെന്റ് വെൻ ദാറ്റ്സ് എ ചാൻസ് ഫോർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സിന് അവർക്ക് പ്രോഫിറ്റ് കിട്ടി, എന്ത് ചെയ്യുന്നു? അവര് പെട്ടെന്ന് തന്നെ അവിടെ ഇൻവെസ്റ്റ്മെന്റ് വിഡ്രോ ചെയ്യുന്നു. ഈ സമയത്ത് ദേ നീഡ്സ് കറൻസി എക്സ്ചേഞ്ച്. കറൻസി എന്ത് ചെയ്യണം? എക്സ്ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഇങ്ങനെ ഷോർട്ട് ടൈം ആയിട്ട് നടക്കുന്ന കറൻസി എക്സ്ചേഞ്ചുകൾക്ക് മേലെ ടാക്സ് ചെയ്യാനായിട്ട് പ്രൊപ്പോസ് ചെയ്ത ടാക്സ് ആണ് ടോബിൻ ടാക്സ്. സോ ടോബിൻ ടാക്സ് ഈസ് അപ്ലിക്കബിൾ ഓൺ ഷോർട്ട് ടേം കറൻസി എക്സ്ചേഞ്ച്. ഇപ്പൊ ലോങ് ടേം ആയിട്ട് നടക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്, അതിനുശേഷം നടക്കുന്ന ടാക്സ് ആണെങ്കിൽ, അതിന് നടക്കുന്ന എക്സ്ചേഞ്ച് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ലെവിഡ് എ ഷോർട്ട് ടാക്സ്, അല്ലെങ്കിൽ ഒരു കുറഞ്ഞ ടാക്സ് ആയിരിക്കും ലെവി ചെയ്യുന്നത്. പക്ഷേ ഒരു ഷോർട്ട് പീരീഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഷോർട്ട് പീരീഡിലേക്ക് കറൻസി എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്തായി? അത് നമ്മുടെ എക്കണോമിക്ക് ബെനിഫിഷ്യൽ അല്ല. എന്ത് ചെയ്യും? നമ്മുടെ കറൻസി വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്യാം. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്തു? ടോബിൻ ടാക്സ് എന്ന ടാക്സ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ ഇത് ലെവി ചെയ്യുന്നില്ല, പക്ഷേ ടോബിൻ എക്കണോമിസ്റ്റ് ആണ് ഈ പറഞ്ഞ ടാക്സ് പ്രപ്പോസ് ചെയ്തത്. ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ കറൻസി ഫ്ലക്ച്വേഷൻസ്, കറൻസിയുടെ എക്സ്ചേഞ്ച് ഫ്ലക്ച്വേഷൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഷോർട്ട് ടേം നടക്കുന്ന കറൻസി എക്സ്ചേഞ്ചുകളെ ടാക്സ് ചെയ്യുക, നേരെ മറിച്ച് ടൈം പീരീഡ് കൂടുന്നതനുസരിച്ച് ഈ ടാക്സിന്റെ പെർസെന്റേജ് കുറയ്ക്കുകയാണ് പ്രപ്പോസ് ചെയ്തത്. അതാണ് ടോബിൻ ടാക്സ്. ഗാഫ ടാക്സ് റീസെന്റ് വന്നതാണ്. 2019 സമയത്ത് നമ്മുടെ ഫ്രാൻസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടാക്സ് ആണ് ഗാഫ ടാക്സ്. സോ ഗാഫ ടാക്സ് റെഫേഴ്സ് ടു ഗൂഗിൾ, ആപ്പിൾ, ഫേസ്ബുക്ക്, ആമസോൺ. ഓക്കെ, ഗാഫ ടാക്സ് നമ്മുടെ ഫ്രാൻസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടാക്സ് ആണ് ഗാഫ ടാക്സ്. ഗൂഗിള്, ആപ്പിള്, ഫേസ്ബുക്ക്, അതുപോലെ ആമസോൺ, ഈ പറഞ്ഞ ഡിജിറ്റൽ ജയൻസ്, നമ്മുടെ ഫ്രാൻസിലുള്ള ഡിജിറ്റൽ ജയൻസ്, ഈ പറഞ്ഞ ഡിജിറ്റൽ ജയൻസ് കമ്പനീസിനെ ടാക്സ് ചെയ്യാനായിട്ട് ഫ്രാൻസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടാക്സ് ആണ് ഗാഫ ടാക്സ്. നെഗറ്റീവ് ടാക്സ് ഞാൻ കൈ നിട്ടതാണ്. ഓക്കെ, സോ ടോബിൻ ടാക്സ് എന്ന് പറഞ്ഞാൽ കറൻസി എക്സ്ചേഞ്ച് സമയത്ത് വരുന്നതാണ്. അതുപോലെ ഗാഫ ടാക്സ് ഈസ് ടു ടാക്സ് ഗ്ലോബൽ ജയൻസ് ഇൻ ദ ഫ്രാൻസ്. അതുപോലെ പിഗോവിൻ ടാക്സ് ഞാൻ പറഞ്ഞു, നെഗറ്റീവ് എക്സ്റ്റേണലിറ്റീസ്, അല്ലെങ്കിൽ പറഞ്ഞ എൻവയോൺമെന്റ് അഫക്ട് ചെയ്യുന്ന, സൊസൈറ്റിനെ ഇമ്പാക്ട് ചെയ്യുന്ന അഡ്വൈസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ ടാക്സ് ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് നോട്ട് റിലവന്റ്, അത് റിലവന്റ് അല്ല, ഞാൻ ചുമ്മാ ഇട്ടതാണ്. സോ കൺഫ്യൂസ് ചെയ്യാനായിട്ട്. സോ ദാറ്റ് ഈസ് എക്സ്പ്ലനേഷൻ. 20th question. Total value of transactions that can take place in an economy is usually more than nominal GDP. Total value of transactions that is taking place in an economy is usually more than nominal GDP. Is correct. ശരിയാണ്. So നമ്മുടെ GDP ക്കകത്ത് we are only measuring the market value of final goods and service ആണ്. അതുപോലെ വാല്യൂ അഡിഷൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മൾ GDP മെഷർ ചെയ്യുന്നുള്ളൂ. നേരെ മറിച്ച് ആക്ച്വൽ ട്രാൻസാക്ഷന്റെ വാല്യൂ ഇറ്റ് വിൽ ബി ഹയർ ദാൻ, ഓൾവേസ് ഹയർ ദാൻ എന്ത്? നോമിനൽ GDP. So total value of transactions that is taking place in an economy is usually or always more than nominal GDP എന്ന് പറഞ്ഞാൽ it is correct. First statement correct ആണ്. Second, when nominal GDP increases, it indicates that there is an increase in the total value of transactions. ശരിയാണ്. നോമിനൽ GDP ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നേരെ മറിച്ച് ചിന്തിക്കുക. സോ എന്താണ് ഈ പറഞ്ഞ നോമിനൽ GDP കൂടുതലാണ്, നോമിനൽ GDP-യേക്കാൾ കൂടുതലാണ് ഈ പറഞ്ഞ ടോട്ടൽ ട്രാൻസാക്ഷൻസ്. സോ നോമിനൽ GDP ഇൻക്രീസ് ചെയ്യുന്ന അർത്ഥം എന്താ? ടോട്ടൽ ട്രാൻസാക്ഷൻസും ഇൻക്രീസ് ചെയ്യുന്ന അർത്ഥം. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ വേണേൽ പറയാം. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ എക്സാമ്പിൾ പറയാം. റെസ്പോണ്ടിങ് ഐ വിൽ ഗിവ് ആൻ എക്സാമ്പിൾ. മനസ്സിലായോ? ഓക്കെ ആണോ? എക്സാമ്പിൾ. ഓക്കെ, എക്സാമ്പിൾ ആവശ്യമുണ്ടോ? എക്സാമ്പിൾ വേണമെങ്കിൽ ഐ ക്യാൻ എക്സ്പ്ലെയിൻ. എക്സാമ്പിൾ ആണെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എക്സാമ്പിൾ ഒന്ന് പറയാം. ഉണ്ടെന്ന് പറഞ്ഞു, ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. സോ ജസ്റ്റ് പറയാം എന്തായാലും ഫോർ ദ സേക്ക്. സപ്പോസ് A, B, C, D.
എ ബിക്ക് ഇൻപുട്ട് കൊടുത്തു വിചാരിക്കാം 10 rupees. ബി എന്ത് ചെയ്തു? ഈ ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ട് 20 rupeesന്റെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വിറ്റു. ആൻഡ് സി എന്ത് ചെയ്തു? ഈ പറഞ്ഞ ബിയിൽ നിന്ന് മേടിച്ച ഇൻപുട്ട് അത് 40 rupeeക്ക് വിറ്റു. ആൻഡ് ഇൻ ദ കേസ് ഓഫ് GDP മെഷർമെന്റ് നമ്മൾ എന്താ എടുക്കുന്നത്? വാട്ട് ഈസ് ദ വാല്യൂ അഡിഷൻ ആണ്. ഓരോ സ്റ്റേജിൽ നടക്കുന്ന വാല്യൂ അഡിഷൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ GDPയിൽ എടുക്കുന്നത് അല്ലേ? ഈ കേസിൽ എത്ര? 10 വാല്യൂ അഡിഷൻ വന്നു. സപ്പോസ് ഇത് 0 ആണ്, 10 വാല്യൂ അഡിഷൻ വന്നു. ഈ കേസിലോ 10 വാല്യൂ അഡിഷൻ വന്നു. ഈ കേസിൽ വി ക്യാൻ സി 20 വാല്യൂ അഡിഷൻ. സോ വാല്യൂ അഡിഷൻ മാത്രമാണ് ഇൻ ദ കേസ് ഓഫ് GDP മെഷർ ചെയ്യുന്നത്. നേരെ മറിച്ച് ടോട്ടൽ ട്രാൻസാക്ഷൻ പറയുമ്പോൾ 10 plus 20 plus 40, that is 70 is the total transaction. But GDP ആകുമ്പോൾ എത്ര വരും? 10 plus 10 plus 20, that is 40. ഇതാണ് ഉദ്ദേശം. So total value of transactions is always higher than nominal GDP. And second, next question. In the case of closed economy, which does not deal with the outside world and whose net factor income from abroad is 0, so the following is correct, necessarily correct. So GDP plus net factor income from abroad എന്നാ പറഞ്ഞ. സോ ഇതെന്താ? 0 ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്തായി? GNP is equal to GDP plus NFIA ആണ്. So NFIA 0 ആണ്. Net factor income from abroad 0 ആണ്. So the answer will be B ആണ്. GDP is equal to gross national product. B is the right answer. Which of the following could be the features of a mixed economy? ഒരു മിക്സ്ഡ് എക്കണോമിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയാൻ പറ്റുന്ന എന്തൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, കോഎക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക്. ശരിയാണ്. PPP പാർട്ണർഷിപ്പ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് നമുക്ക് കാണാൻ കഴിയും. There are 3 types of economies. നിങ്ങൾക്ക് അറിയാമായിരിക്കും അത്: capitalist, socialist and mixed. In the case of capitalist, the main decisive force is the private players or the market force ആയിരിക്കും. In the case of socialist economy, the main decisive force is the state government. Hello. പറഞ്ഞോളൂ. Sir, lost time. പറഞ്ഞോളൂ. Yes. പോയോ? ഹലോ, ഡൗട്ട് ആണോ? ഡൗട്ട്? ഓക്കെ, അദ്ദേഹം ആരാന്ന് അറിയത്തില്ല, ഞാൻ പേരും കണ്ടില്ല. ഹലോ പറഞ്ഞു പോയി. സോ എന്താണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ കൺട്രോൾ ഓവർ ക്രിയേഷൻ ഓഫ് മൊണോപ്പൊളി പവർ. ശരിയാണ്. മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ ഗവൺമെന്റ് ആക്ട് കൊണ്ടുവരും. നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നേരത്തെ MRTP ആക്ട് എന്ന് പറഞ്ഞ ആക്ട് ഉണ്ടായിരുന്നു അല്ലേ? MRTP, മൊണോപ്പൊളിസ്റ്റിക് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് എന്ന് പറഞ്ഞ ആക്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കോമ്പറ്റീഷൻ കമ്മീഷൻ വന്നു. സോ മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി ഒരു കൺട്രോൾ ഉണ്ടാവും. MRTP, അത് കഴിഞ്ഞ് കോമ്പറ്റീഷൻ ആക്ട് 2002 വന്നു. MRTP ആക്ട് 69 വന്നു. സോ വി ക്യാൻ സി 1 and 2 are correct. തേർഡ് നോക്കൂ, മാർക്കറ്റ് ഫോഴ്സ് ഡിറ്റർമൈൻ ദ പ്രൈസ് ഓഫ് ഓൾ ഗുഡ്സ്. അല്ല, മിക്സ്ഡ് എക്കണോമി അല്ലേ? മിക്സ്ഡ് എക്കണോമി ആകുമ്പോൾ മാർക്കറ്റ് ഫോഴ്സ് അല്ല എല്ലാ ഗുഡ്സിന്റെ പ്രൈസ് തീരുമാനിക്കുന്നത്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് will not be correct. 1 and 2 are correct. There are the features of mixed economy. So A is the right answer. Next, which of the following statements regarding bracket creep is or are correct? Bracket creep എന്ന് പറഞ്ഞാൽ the situation where the inflation pulls അല്ലെങ്കിൽ pushes an income of the individual to higher tax bracket ആണ്. നമുക്കറിയാം നമ്മുടെ ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ മെഷർ ചെയ്യുന്നത് സ്ലാബ് ബേസിലാണ് അല്ലേ? ഇപ്പം സാധാരണ പറയുകയാണെങ്കിൽ 0 to 2.5 ടാക്സ് ഇല്ല. 2.5 to 5 കറന്റ് പറയുകയാണെങ്കിൽ 5% ഉണ്ട്. പക്ഷേ ഇൻകം 5 ആണെങ്കിൽ ടാക്സ് ഇല്ല. അതുപോലെ 5 to 10 20%, 10 above 30%. So this is the tax rate. So bracket creep എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കണോമിയിലുള്ള ഇൻഫ്ലേഷൻ എന്ത് ചെയ്യുന്നു? ഒരാളുടെ ഇൻകത്തിനെ ഹൈ ബ്രാക്കറ്റിലേക്ക് പുഷ് ചെയ്യുന്നു. സോ ദ ഇൻഫ്ലേഷൻ വിൽ കോസ് an income of the individual to pushes the income of the individual to high tax bracket. So നേരത്തെ 5 ലക്ഷം ഇൻകം ഉള്ള ആളുടെ ഇൻകം എന്ത് ചെയ്തു? അത് 6 ആയിട്ടോ 7 ആയിട്ടോ ഇൻക്രീസ് ചെയ്യപ്പെടുന്നു. And when there is an increase, you can see you need to pay more and more tax. അദ്ദേഹത്തിന് ഹൈ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഇൻകം ഹൈ സ്ലാബിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. And that situation is called as bracket creep. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ,
bracket creep result in increase in real purchasing power of individuals. ശരിയല്ല. കാരണം ബ്രാക്കറ്റ് ക്രീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫ്ലേഷൻ ഈസ് പ്രിവെയിലിംഗ് ഇൻ ദ കൺട്രി. സോ കൺട്രിയിൽ എന്തുണ്ട്? ഇൻഫ്ലേഷൻ ഉണ്ട്. സോ ഇൻഫ്ലേഷൻ മൂലമാണ് അതിന്റെ ഇൻകം ഹൈ സ്ലാബിലേക്ക് വന്നത്. സോ റിയൽ പർച്ചേസിംഗ് പവർ പ്രിവെയിൽ ചെയ്യണമെങ്കിൽ ഇൻഫ്ലേഷൻ കുറവായിരിക്കണം. ഇവിടെ അങ്ങനല്ല. ഇവിടെ ഇൻഫ്ലേഷൻ ഉണ്ട്. ഇൻഫ്ലേഷൻ ഈസ് there in the country. So even though the person is having some income, ഈ പറഞ്ഞ വ്യക്തിക്ക് ഇൻകം കിട്ടുന്നുണ്ടെങ്കിലും, ഇൻകം ഹൈ ഇൻകം കിട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ മാർക്കറ്റിലെ ഗുഡ്സിന്റെ വാല്യൂ ഹൈ ആണ്. there is inflation. So real purchasing power എന്താണ്? അവിടെ ഇൻക്രീസ് ചെയ്യുന്നില്ല. So bracket creep does not result in an increase in the real purchasing power. So 1 is the correct answer, 2 is wrong. So A is the right answer, 1 only. മനസ്സിലായത്? സിമ്പിൾ ആണ് ആ തോട്ട്. ആൻഡ് 24th question. Which of the following is responsible for the estimation and release of GDP? Simple question ആണ്. It is NSO. NSO is responsible for releasing the national income of a country. So NSO refers to National Statistical Office ആണ്. 2019 merge നടക്കുന്നത്. 2019 മെയില് the NSO and the CSO. Sorry, NSO അല്ല. Sorry. In 2019 May, you can see CSO and NSSO, Central Statistical Organization, അതുപോലെ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനും അതൊക്കെയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനും അതുപോലെ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനോട് merge ചെയ്തു. And after the merger of these two organizations, a new body was formed. എന്താണ്? That is a merged body was formed. That is NSO. 2019 മെയിലാണ് ഈ ഒരു അനൗൺസ്മെന്റ് ഗവൺമെന്റ് നടത്തിയത്. And you can see NSO is responsible for the estimation of national income or GDP of the country. Which of the following are considered as the functions of Niti Aayog? Design policy and program framework, foster cooperative federalism, monitoring and evaluation, think tank and knowledge hub and innovation hub. So all these are functions. Niti Aayoginte functions ആണെല്ലാം. നമുക്കറിയാം Niti Aayog ഡിഫറെന്റ് പ്ലാൻസ് ഡ്രാഫ്റ്റ് ചെയ്യാറുണ്ട്. ആക്ഷൻ പ്ലാൻ, വിഷൻ പ്ലാൻ, സ്ട്രാറ്റജി പ്ലാൻ എന്ന് പറഞ്ഞ ഡിഫറെന്റ് പ്ലാൻസ് എന്ത് ചെയ്യാറുണ്ട്? Niti Aayog ഡ്രാഫ്റ്റ് ചെയ്യാറുണ്ട്. 3 year, 7 year, 15 year എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാൻസ് ഡ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്ലാൻസ് ഡ്രാഫ്റ്റ് ചെയ്യുകയും അത് ഗവൺമെന്റിനോട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് നോട്ട് ഹിയർ ദാറ്റ്. പക്ഷെ എന്താ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്? ദ ഗവൺമെന്റ് ഈസ് ഇംപ്ലിമെന്റിംഗ് ദാറ്റ് യു വിൽ ഗെറ്റ് സോ ആൻഡ് സോ ബെനിഫിറ്റ് എന്ന രീതിയിൽ Niti Aayog നിരവധി സജഷൻസ് കൊടുക്കാറുണ്ട്. അതുപോലെ കോപ്പറേറ്റീവ് ഫെഡറലിസം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ദ കൗൺസിൽ ഓഫ് ഗവർണിംഗ് കൗൺസിൽ ഓഫ് Niti Aayog, you can see that the state and center both are participating. അവിടെ ഫോർത്ത് വരുന്നുണ്ട്, രണ്ടുപേരും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. And the main governing council അതിനകത്ത് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ്, UTs, അതുപോലെ പ്രൈം മിനിസ്റ്ററും മെമ്പർ ആണ്. So second statement is correct. And third statement, monitoring and evaluation, you can see Niti Aayog ഡിഫറെന്റ് ഇൻഡീസുകൾ റിലീസ് ചെയ്യാറുണ്ട് അല്ലേ? ഈ അടുത്തിടയ്ക്ക് റിലീസ് ചെയ്തിരുന്നു SDG ഇന്ത്യ ഇൻഡെക്സ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഇന്ത്യ ഇൻഡെക്സ് റിലീസ് ചെയ്തിരുന്നു. അതുപോലെ കോമ്പസിറ്റ് വാട്ടർ മാനേജ്മെന്റ് ഇൻഡെക്സ്, സ്കൂൾ എഡ്യൂക്കേഷൻ ഇൻഡെക്സ്, നിരവധി ഇൻഡെക്സ് റിലീസ് ചെയ്യാറുണ്ട്. സോ അതനുസരിച്ച് നമ്മുടെ സ്റ്റേറ്റ്സിനെ മോണിറ്റർ ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. So third statement is also correct. Fourth, think tank and knowledge hub, knowledge and innovation hub. So think tank ആണ് നമ്മുടെ ഗവൺമെന്റ് അഡ്വൈസ് ചെയ്യുന്നത്. കാരണം നമ്മൾക്ക് അറിയാം ഇപ്പൊ കോവിഡ് സമയത്ത് തന്നെ നിരവധി സമയത്ത് നമ്മൾ Niti Aayogനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. സോ Niti Aayog ആഫ്റ്റർ സം റിസർച്ച് ഈ പറഞ്ഞ ഡിഫറെന്റ് ഓർഗനൈസേഷനായിട്ടൊക്കെ മീറ്റ് ചെയ്തിട്ട് Niti Aayog എന്ത് ചെയ്യാറുണ്ട്? ഈ പറഞ്ഞ ഗവൺമെന്റ് അഡ്വൈസർ, പ്രോപ്പർ അഡ്വൈസർ, സെന്ററിന് മാത്രമല്ല ബോത്ത് സ്റ്റേറ്റ് ആൻഡ് സെന്റർ രണ്ടുപേർക്കും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കുന്ന ഒരു ബോഡിയാണ് Niti Aayog. സോ ഓൾ ദി സ്റ്റേറ്റ്സ് ആർ കറക്റ്റ്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ in the context of GDP estimation, consider the statements regarding base year. The reference year whose prices are used to estimate inflation adjusted GDP value. ശരിയാണ്, നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഓൾറെഡി. The base year is mainly, the main intention of the base year is to measure GDP adjusting inflation ആണ്. Inflation adjust ചെയ്തിട്ട് GDP measure ചെയ്യുക. That is the main intention. So first statement is correct. The second statement, the current base year is not 1780. Proposal ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. There is a proposal. The last year there's a proposal by Ministry of Statistics and Program Implementation, MOSPI. Ministry of Statistics and Program Implementation has suggested to NSO to shift the base year from the earlier one of 2011-12. 2011-12 നിന്ന് 17-18 ഈ ബേസ് ഇയർ ഷിഫ്റ്റ് ചെയ്യുന്ന പ്രപ്പോസൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ കറന്റ് ആയിട്ടില്ല. സോ
Second statement is wrong. One only is the right answer. Which of the following countries have the nominal GDP above India's nominal GDP as of 2020? പ്രകാരം which of the following countries has the nominal GDP ഇന്ത്യയെക്കാളും ഉള്ളത് ആർക്കൊക്കെയാണ്? സോ അതിൽ നമുക്ക് ചൈന ഓഫ്കോഴ്സ് നമുക്ക് പറയാം, ചൈന തീർച്ചയായും ഉണ്ട്. അതുപോലെ ജർമ്മനി ഉണ്ട്, അതുപോലെ ജപ്പാൻ തീർച്ചയായും ഉണ്ടെന്ന് പറയാം. കാരണം യു മറ്റ് ഹേർഡ് അബൌട്ട് ദ 2019 ബഡ്ജറ്റ്. 2019 ബഡ്ജറ്റ് പ്രസന്റേഷൻ നമുക്ക് ഓർമ്മയുണ്ടാവും. നിർമ്മല സീതാരാമൻ 2019 ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തപ്പോൾ ഒരു 5 ട്രില്യൺ എക്കണോമിയുടെ കാര്യം പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? ഒരു 5 ട്രില്യൺ എക്കണോമിയുടെ കാര്യം പറഞ്ഞത്, 5 ട്രില്യൺ US ഡോളർ എക്കണോമിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അന്ന് 5 ട്രില്യൺ US ഡോളർ എക്കണോമിയുടെ കാര്യം പറഞ്ഞപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ബൈ 2024 2024 നമ്മൾ ജപ്പാനെ ഓവർടേക്ക് എന്ന് പറയുന്നുണ്ട്. ഇൻ ദ സ്പീച്ച് ജപ്പാൻ കറന്റ് 3rd പ്ലേസിലായിരുന്നു. സോ ജപ്പാനെ ഓവർടേക്ക് ചെയ്ത്, ജപ്പാൻ എക്കണോമിനെ നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ട് വി വിൽ റീച്ച് ദ 3rd പൊസിഷൻ ബൈ 2024 എന്നൊരു വിഷൻ നമ്മുടെ നിർമ്മല സീതാരാമൻ ജി ഉണ്ടായിരുന്നു. സോ യു ക്യാൻ സി 1, 2 and 4 ശരിയുണ്ട്. ഫ്രാൻസ് നമ്മളെക്കാൾ താഴെയാണ്. സോ 1, 2 and 4 ആ കറക്റ്റ്. നമ്മളെക്കാൾ മേലെയുള്ളത് പറയുകയാണെങ്കിൽ ഈ അമേരിക്ക, ചൈന, അതുപോലെ ജപ്പാൻ, ജർമ്മനി, UK, അതുപോലെ ഇന്ത്യ. ഇടയ്ക്ക് UK നമ്മൾ ഓവർടേക്ക് ചെയ്തിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇയർ UK ഹാസ് അഗെയിൻ ഓവർടേക്ക് ഇന്ത്യ പിന്നെ ഓവർടേക്ക് ചെയ്തു. സോ ദിസ് ഇസ് ദ കറന്റ് റാങ്കിങ് ഓഫ് കൺട്രീസ് ബേസ്ഡ് ഓൺ ദ നോമിനൽ GDP. Next, if the GDP of the country is rising, the welfare of the country always increases. If the barter exchange are prevailing in a country, there is overestimation of GDP. These are the two statements. First statement, if GDP of the country is rising, the welfare of the country always increases. കാരണം GDP only measures the monetary value മാത്രമാണ്. അവിടെ ഇക്വാലിറ്റി ഒന്നും മെഷർ ചെയ്യുന്നില്ല. ഇൻകം ഇൻക്വാലിറ്റി അല്ലെങ്കിൽ ഇൻകം ഇക്വാലിറ്റി ഒന്നും മെഷർ ചെയ്യുന്നില്ല. ദ റൈസിംഗ് GDP of a country may be the result of a concentration of wealth in certain business groups. ഒരു കൺട്രിയിലുള്ള ചില ബിസിനസ് ഗ്രൂപ്പ്സിന്റെ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ മാത്രം കയ്യിൽ വെൽത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻകം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സീ ദർ ഇസ് ആൻ ഇൻക്രീസ് ഇൻ GDP. അവിടെ വെൽഫെയർ ഓഫ് സൊസൈറ്റി വേണമെങ്കിൽ there should be an equality in the income distribution. അതുപോലെ suppose a country is involved or engaged in the production of bioweapons, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിഫറെന്റ് വാർ എക്യുപ്മെന്റ്സ്, അല്ലെങ്കിൽ എന്താണ് ഡിഫറെന്റ് മെഷീൻസ്, ഡിഫറെന്റ് മെഷീൻ ഗൺസോ അല്ലെങ്കിൽ ബോംബോ ഒക്കെ നിർമ്മിക്കുന്നതായിരിക്കും. ഇതൊക്കെ എന്താ പ്രൊഡക്ഷൻ ആണ്. ഈ പറഞ്ഞ ബോംബിന്റെ നിർമ്മാണമോ അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോംബോ ആറ്റം ബോംബോ നിർമ്മിക്കുമ്പോൾ ദാറ്റ് ഈസ് നോട്ട് ആഡിംഗ് ടു ദ ദാറ്റ് ഈസ് ആഡിംഗ് ടു ദ GDP. GDP ആഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, പ്രൊഡക്റ്റ് ആണ്, അത് നിർമ്മിക്കുന്നുണ്ട്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വെൽഫെയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? വെൽഫെയർ എന്ന് പറയുമ്പോൾ ഒരു ക്വാളിറ്റേറ്റീവ് പെർസ്പെക്റ്റീവ് വരുന്നുണ്ട്. GDP എന്ന് പറയുമ്പോൾ ഒരു ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. ക്വാണ്ടിറ്റേറ്റീവ് പെർസ്പെക്റ്റീവ് മാത്രമാണ് GDP ഉള്ളത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. സെക്കൻഡ്, if barter exchanges are prevailing, there is overestimation. But actually we can see barter എന്ന് പറഞ്ഞാൽ എന്താണ്? barter എന്ന് പറഞ്ഞാൽ without using money, two persons are engaging exchanging goods. from A B ഉണ്ട്. സോ ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് മണി, പൈസ ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ കയ്യിലുള്ള തേങ്ങ കൊടുത്തിട്ട് ഞാൻ ബിയുടെ കയ്യിലുള്ള മാങ്ങ വാങ്ങിക്കുന്നു. സോ ദർ ഇസ് നോ മണി ഇൻവോൾവ്. ഈ പറഞ്ഞ എയും ബിയും തമ്മിലുള്ള ട്രാൻസാക്ഷനിൽ മണി ഇൻവോൾവ് ചെയ്യുന്നില്ല. GDP വേണമെങ്കിൽ വി നീഡ് ടു ഗെറ്റ് ദ വാല്യൂ ഓഫ് മണി. മണി വേണം, കാരണം മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. ബട്ട് ഇൻ ദിസ് കേസ് വി ക്യാൻ സി ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് മണി. മണി എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നില്ല ബിറ്റ്വീൻ A and B. ആൻഡ് there is only transaction, there is only exchange of commodities മാത്രമേ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുള്ളൂ. ആൻഡ് വി ക്യാൻ സി ബാർട്ടർ സിസ്റ്റം പ്രിവെയിൽ ചെയ്യുകയാണെങ്കിൽ there is ഓവർ എസ്റ്റിമേഷൻ അല്ല, നേരെ മറിച്ച് there is അണ്ടർ എസ്റ്റിമേഷൻ ആയിരിക്കും. GDP എന്ത് ചെയ്യുന്നു, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ റോങ്. ചോദിച്ചത് ഇൻകറക്റ്റ് ആണ്. സോ ബോത്ത് 1 and 2 ആർ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ C is the right answer. And which of the following term describes the best regarding the annual allowance for wear and tear of a capital good that is adjusted in national income accounting? നമ്മുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ നമ്മൾ ആനുവൽ അലവൻസ് ഫോർ വെയർ ആൻഡ് ടെയർ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ആൻഡ് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദറ്റ് കമ്പോണന്റ്? ദറ്റ് ഈസ് ഡിപ്രിസിയേഷൻ ആണ്. സോ ഡിപ്രിസിയേഷൻ ഈസ് ദ ടേം. സോ ഈ പറഞ്ഞ
ഇൻവെന്ററി ഡിസ്ട്രക്ഷൻ എടുക്കാൻ അല്ലാതെ ഇട്ടതാണ്. നോ സച്ച് ടേം ഇൻ എക്കണോമിക്സ്. എക്കണോമിക്സ് ആ രീതിയിൽ ടേം ഇല്ല. ട്രേഡ് ഡിസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. ട്രേഡ് ഡിസ്ട്രക്ഷൻ, ഇൻവെന്ററി ഡിസ്ട്രക്ഷൻ ഒന്നുമില്ല. ഇതൊക്കെ ഞാൻ അല്ലാതെ ഇട്ടാണ്. ഓക്കെ, സോ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഡിപ്രിസിയേഷൻ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, the country will be facing negative growth if there is slowdown in the country economy. Second statement, an economic boom is in the contractionary phase of business cycle. So ചോദിച്ചിട്ടുണ്ട് നമ്മുടെ എക്കണോമിക് സൈക്കിളുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയിലെ ബിസിനസ് സൈക്കിളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആൻഡ് വി ക്യാൻ സി ഒരു എക്കണോമിയുടെ ബിസിനസ് സൈക്കിൾ പറയുകയാണെങ്കിൽ വി ക്യാൻ സി there will be a growth phase. അതെന്താണ്, ഒരു ഗ്രോത്ത് ഫേസ് കാണും. ആൻഡ് ദിസ് ഗ്രോത്ത് വിൽ ആക്ട് ഇൻ എ സെനിത്ത്. ഒരു സെനിത്തിലെത്തും, ഒരു എക്സ്ട്രീം പോയിന്റിലെത്തും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ബൂം. ദിസ് ഈസ് ബൂം ഫേസ്. This is growth phase. And after the boom, the economy is supposed to reduce the growth rate. Economic growth rate കുറയും. And this phase is called slowdown phase. Economy slowdown-ലേക്ക് പോകുന്നു പറയും. And if the slowdown is not regulated, government ഈ slowdown അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല, അല്ല അതിനെ കൗണ്ടർ ചെയ്തില്ലെങ്കിൽ, the economy will enter into negative growth, and that is called as recession phase. Recession phase ലേക്ക് പോകുന്നു. And if the recession is not controlled over a period of time, അല്ലെങ്കിൽ recession properly control ചെയ്തില്ലെങ്കിൽ, recession for a long period of time, ഒരു 1 year above നെഗറ്റീവ് ഗ്രോത്ത് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായത്, ഡിപ്രഷനിലേക്ക് പോകുന്നു. ആൻഡ് ഡിപ്രഷൻ, DEPRESSION. ആൻഡ് ആഫ്റ്റർ ദി ഡിപ്രഷൻ നമ്മുടെ ഗവൺമെന്റ് നിരവധി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നിരവധി മെഷേഴ്സ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ടു റിക്കവർ ദ എക്കണോമിക്ക് വേണ്ടി എടുക്കും. എക്കണോമി റിക്കവറിക്ക് വേണ്ടി ഡിഫറെന്റ് മെഷേഴ്സ് കൊടുക്കും. ആൻഡ് വി ക്യാൻ സി ദർ വിൽ ബി എ റിക്കവറി ഫേസ് കാണും. ദീസ് ആർ ദ പാർട്സ് ഓഫ് എ ബിസിനസ് സൈക്കിൾ. ഫസ്റ്റ് സ്റ്റെപ്പിന് എന്താണ്, ദ കൺട്രി വിൽ ബി ഫേസിംഗ് എ നെഗറ്റീവ് ഗ്രോത്ത് എന്ന് പറഞ്ഞത്. സ്ലോഡൗൺ ആണെങ്കിൽ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് അല്ല. സ്ലോഡൗൺ ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ്, ബട്ട് ഡിക്ലൈനിങ് ഗ്രോത്ത് റേറ്റ് ആണ്. ഉദാഹരണം, 10% ഗ്രോത്ത് റേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് അടുത്ത വർഷം 9% ആയി, അടുത്ത വർഷം 8 ആയി, അടുത്ത വർഷം 6 ആയി. സോ വി ക്യാൻ സി there is a positive growth rate. ഇവിടെ എല്ലാം എന്തുണ്ട്, ഇവിടെ എല്ലാം GDP റൈസ് ചെയ്യുന്നുണ്ട്, GDP ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ the rate of increase in each year is declining. So ആദ്യത്തെ കേസിൽ സപ്പോസ് ഇനിഷ്യലി 100 രൂപയാണ് ഇന്ത്യയുടെ GDP വരുന്നത് വിചാരിക്കുക, 100 രൂപ. ഫസ്റ്റ് കേസിൽ എത്രയായി, സെക്കൻഡ് കേസിൽ 110 ആയി, അത് കഴിഞ്ഞ് 150 ആയി, 119 അപ്രോക്സിമേറ്റ്ലി ആയി, അത് കഴിഞ്ഞ് അപ്രോക്സിമേറ്റ്ലി 126 ആയി. സോ യു ക്യാൻ സി GDP എന്തുണ്ട്, GDP ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിലും ആ റേറ്റ് ഓഫ് ഇൻക്രീസ് കുറവാണ്. ദാറ്റ് ഈസ് സ്ലോ ഡൗൺ. അതൊരു ഇൻഡിക്കേറ്റർ ആണ്. നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ റെസഷനിലേക്ക് പോകും എന്നുള്ള ഇൻഡിക്കേറ്റർ കൂടാണ് ഈ സ്ലോ ഡൗൺ. അതുപോലെ എക്കണോമിക് ബൂം ഈസ് ഇൻ ദ കോൺട്രാക്ഷൻ ഫേസ് അല്ല, ഇറ്റ് ഈസ് എക്സ്പാൻഷൻ ഫേസിൽ വരുന്നതാണ് എക്കണോമിക് ബൂം. സോ ഡി is the right answer. Both 1 and 2. Neither 1 nor 2. രണ്ടും തെറ്റാണ്. Both 1 and 2 are wrong. Consider statements regarding SDG India Index 2021. So ഈ അടുത്ത റിലീസ് ചെയ്തതാണ്. സോ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് വായിച്ചായിരിക്കും. സോ നമ്മുടെ SDG India Index നീതി ആയോഗ് റിലീസ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ അവോയ്ഡ് ചെയ്യാം. സോ ഇറ്റ് ഈസ് എ ഇൻഡെക്സ് റിലീസ്ഡ് ബൈ നീതി ആയോഗ്. ഇറ്റ് മെഷേഴ്സ് ഹൗ മച്ച് ഇന്ത്യ ഹാസ് അഡ്വാൻസ്ഡ് ഇൻ ദ SDG ടാർഗറ്റ്. സോ 2015 അനൗൺസ് ചെയ്ത 2016 മുതൽ 2030 വരെ നടപ്പിലാക്കുന്ന SDG ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യുന്നതിൽ എത്രമാത്രം ഇന്ത്യ അഡ്വാൻസ് ചെയ്തു എന്ന് മെഷർ ചെയ്യുന്ന ഇൻഡെക്സ് ആണ് SDG India ഇൻഡെക്സ്. ആൻഡ് വി ക്യാൻ സി നിലവിലെ ഇന്ത്യയുടെ സ്കോർ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്, കേരളത്തിന് ഉൾപ്പെടെ സ്കോർ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷോസ് ദാറ്റ് വി ആർ ഓൺ ദ റൈറ്റ് പാത്ത് ഓഫ് അച്ചീവിംഗ് ദിസ് ഇൻഡെക്സ്. ആൻഡ് ഈ പറഞ്ഞ SDG India ഇൻഡെക്സ് എല്ലാ ഗോൾസും മെഷർ ചെയ്യുന്നില്ല. ടോട്ടലി വി ക്യാൻ സി ദർ ആർ 17 ഗോൾസ് ഉണ്ട്. ആൻഡ് 16 ഗോൾസ് ആണ് മെഷർ ചെയ്യുന്നത്. സോ പാർട്ണർഷിപ്പ് ഫോർ ഗോൾസ് അത് കൺട്രി ലെവലിൽ വരുന്നതാണ്. പാർട്ണർഷിപ്പ് ഫോർ ഗോൾസ് 17 ഗോൾ SDG 17 മെഷർ ചെയ്യുന്നില്ല. സോ SDG 16 16 SDGs ആണ് മെഷർ ചെയ്യുന്നത് ഈ പറഞ്ഞ SDG India ഇൻഡെക്സിൽ, കറന്റ് ഇൻഡെക്സ് പ്രകാരം. ആൻഡ് ആസ് പെർ ദ ഇൻഡെക്സ് വി ക്യാൻ സി only Kerala and Himachal are included in the achieved category. No.
അച്ചീവ് ചാൻസ് കിട്ടണമെങ്കിൽ 100% അച്ചീവ് ചെയ്യണം. കറന്റ് കേരളം 100% അച്ചീവ് ചെയ്തിട്ടില്ല, 75 ആണ്. സോ വി ക്യാൻ സി ഫോർ കാറ്റഗറി ഉണ്ട്. ഒന്ന് വി ക്യാൻ സി aspirant 0 to 49 അച്ചീവ് ചെയ്തു. പിന്നെ പെർഫോമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ SDG ടാർഗറ്റിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ടാർഗറ്റിന്റെ 50 to 64 അച്ചീവ് ചെയ്തു. 65 to 99 ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫ്രണ്ട് റണ്ണർ. അതുപോലെ അച്ചീവർ ആണെങ്കിൽ 100 ആവണം. സോ കേരളവും ഹിമാചൽ പ്രദേശും കറന്റ് ദേ ആർ ഫ്രണ്ട് റണ്ണർ ആണ്. ഇറ്റ്സ് നോട്ട് അച്ചീവർ ആയിട്ടില്ല. അതുപോലെ ഇന്ത്യയില് ഫ്രണ്ട് റണ്ണറും ഇല്ല, അതുപോലെ ആസ്പിറന്റും ഇല്ല. നമ്മുടെ ഇന്ത്യയിലുള്ള രണ്ടുപേരും ഒന്ന് പെർഫോമറും ഉണ്ട്, അതുപോലെ ഫ്രണ്ട് റണ്ണറും ഉണ്ട്. Okay, so we can see third statement is also wrong. So one only is the right answer. A is the right answer. Next question. Consider statement regarding 8th plan ആണ്. The plan started its implementation after Narasimha Rao government launched new economic policy. ശരിയാണ്. The 8th plan എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് 1992 to 1997 ആണ്. And the economic policy came into force അല്ലെങ്കിൽ was announced in 1991 ജൂലൈയിലാണ്. And we can see it was started its implementation after the new economic policy in India. And second statement, during this 5 plan, India conducted its second nuclear test. അല്ല, കാരണം second nuclear test വരുന്നത് 9th പ്ലാനിലാണ്. So it was during 9th plan second nuclear test അല്ലെങ്കിൽ Pokhran 2 നടക്കുന്നത്. So 8th plan 92 മുതൽ 97 വരെ ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം it was not during the 8th plan the second nuclear test happened in India. So one only is the right answer. Pokhran 2 വരുന്നത് 1998 Okay. And which of the following pairs are incorrectly matched എന്നാണ്. Incorrectly matched ഉള്ള pairs ഏതൊക്കെയാണെന്നാണ്. So we can see first plan, Bombay plan. So all these are different plan proposals ആണ്. നമ്മുടെ 5-year plans ഇന്ത്യ വരുന്നതിന് മുന്നേ ആയിട്ട് between 1934 and 1950 different economists, different persons and different organizations proposed various plan policies or plan proposals to be adopted in India. India adopt ചെയ്യേണ്ട ചില plan proposals നമ്മുടെ different organizations, different individuals propose ചെയ്യുന്നുണ്ട്. And we can see Bombay plan അത് ലീഡ് ചെയ്തത് ബോംബെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ബോംബെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 8 ഇൻഡസ്ട്രിയലിസ്റ്റ് they proposed this Bombay plan, and this group was led by ആദർശ് ദലാൽ. സോ നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇരിക്കുന്ന ദലാൽ സ്ട്രീറ്റ് ഇദ്ദേഹത്തിന്റെ പേരിലാണ് വരുന്നത്. സോ ആദർശ് ദലാലാണ് ഈ പറഞ്ഞ എന്താണ് ബോംബെ പ്ലാൻ അതിന്റെ ടീമിനെ ലീഡ് ചെയ്തത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. സെക്കൻഡ്, പീപ്പിൾസ് പ്ലാൻ ഈസ് നോട്ട് പ്രപ്പോസ്ഡ് ബൈ ജയപ്രകാശ് നാരായണൻ അല്ല പ്രപ്പോസ് ചെയ്തത്. ഇറ്റ് വാസ് നോട്ട് പ്രപ്പോസ്ഡ് ബൈ ജയപ്രകാശ് നാരായണൻ, ബട്ട് ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ M.N. റോയ് ആണ്. മാനവേന്ദ്ര നാഥ് റോയ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ രൂപീകരണം 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI-യുടെ രൂപീകരണത്തിന് കാരണമാകുന്ന വൺ ഓഫ് ദ ഫൗണ്ടറീസ് M.N. റോയ് ആണ്, മാനവേന്ദ്ര നാഥ് റോയ്. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മെക്സിക്കോ അതിന്റെ ഫൗണ്ടർ ആണ്. അതുപോലെ 1934 in the year 1934 he was the first person in India to propose the establishment of Constituent Assembly. ഇന്ത്യയിലെ ഭരണഘടന രൂപീകരിക്കാനായിട്ട് in order to formulate a constitution or in order to prepare a constitution, India need to have a Constituent Assembly എന്ന് പ്രപ്പോസ് ചെയ്ത ഫസ്റ്റ് വ്യക്തി M.N. റോയ് ആണ്. സോ യു ക്യാൻ സി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഗാന്ധിയൻ പ്ലാൻ ഇസ് നോട്ട് പ്രപ്പോസ്ഡ് ബൈ മഹാത്മാഗാന്ധി അല്ല പ്രപ്പോസ് ചെയ്തത്. നേരെ മറിച്ച് ദിസ് പ്ലാൻ വാസ് പ്രപ്പോസ്ഡ് ബൈ ശ്രീമൻ നാരായണ അഗർവാൾ ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. ആൻഡ് പറയുകയാണെങ്കിൽ ഇതിലത് ഗാന്ധിജി ഈ പറഞ്ഞ പ്ലാൻ ഡോക്യുമെന്റിന്റെ പ്രിഫേസ് അതിന്റെ ആമുഖം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളൂ ബന്ധം, അല്ലാതെ ഈ പ്ലാൻ പ്രപ്പോസ് ചെയ്തത് ഇറ്റ് ഇസ് നോട്ട് മഹാത്മാഗാന്ധി. ആൻഡ് സർവോദയ പ്ലാൻ ഇറ്റ് ഇസ് നോട്ട് പ്രപ്പോസ്ഡ് ബൈ M.N. റോയ്, ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ JP. നമ്മുടെ ജയപ്രകാശ് നാരായണനാണ് സർവോദയ പ്ലാൻ പ്രപ്പോസ് ചെയ്തത്. സോ 2, 3, 4 ആർ ഇൻകറക്ട്ലി മാച്ച്ഡ് ആൻഡ് ദ ഓൺലി കറക്റ്റ് ഓപ്ഷൻ in the match the following is 1 മാത്രമേ ശരിയുള്ളൂ, ബാക്കിയെല്ലാം തെറ്റാണ്. So B is the right answer. Incorrectly ആയി ചോദിച്ചത്, so B is the right answer. Next, which of the following theory explains about the unobservable market force that helps the demand and supply in a free market to reach
equilibrium automatically. So ഈ ഒരു തിയറി നമ്മുടെ കഴിഞ്ഞ വർഷത്തെ എക്കണോമിക് സർവേയിൽ 2020 എക്കണോമിക് സർവേയിൽ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത 2019-20 എക്കണോമിക് സർവേക്കകത്ത് പ്രപ്പോസ് ചെയ്ത തിയറിയാണത്. സോ ആ തിയറിയുടെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ കുഴപ്പമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, ഇൻവിസിബിൾ ഹാൻഡ് തിയറി, ഇൻവിസിബിൾ ഹാൻഡ് ആൻഡ് ഹാൻഡ് ഓഫ് ട്രസ്റ്റ് എന്നൊരു തിയറി പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ തിയറി വിച്ച് പ്രപ്പോസ് ദാറ്റ് ഒരു മാർക്കറ്റ് ഫ്രീ ആണെങ്കിൽ, when a market is free without any government intervention, ഗവൺമെന്റ് ഇന്റർവീൻ ചെയ്യാതെ, ഗവൺമെന്റ് മാർക്കറ്റിൽ ഇന്റർവീൻ ചെയ്യാതെ ഒരു ഫ്രീ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ the market will itself attain its equilibrium. So ഗവൺമെന്റ് എന്ത് ചെയ്യുക, ഗവൺമെന്റ് ഷുഡ് നോട്ട് ഇന്റർവീൻ ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പാടില്ല, ഇന്റർവീൻ ചെയ്യാൻ പാടില്ല. ഗവൺമെന്റ് മാർക്കറ്റ് ഇന്റർവീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ മാർക്കറ്റ് will attain a equilibrium, ഒരു ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്തതാണ്. ഈ പറഞ്ഞ ഫ്രീ മാർക്കറ്റിൽ കൺസ്യൂമേഴ്സ് will demand certain goods and the retailers or shop owners or traders will supply the required goods. ഈ പറഞ്ഞ കൺസ്യൂമേഴ്സ് അവരുടെ ഡിമാൻഡ് അനുസരിച്ച് ട്രേഡേഴ്സ് സാധനങ്ങൾ വിൽക്കുന്നു. അങ്ങനെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തമ്മിലൊരു ഇക്വിലിബ്രിയം ഉണ്ടാവുന്നു. ആൻഡ് സേസ് ദാറ്റ് ഇൻവിസിബിൾ ഹാൻഡ് തിയറി പറഞ്ഞത് ഒരു ഫ്രീ മാർക്കറ്റ് എക്കണോമിയിൽ, ഒരു ഫ്രീ മാർക്കറ്റിൽ the demand and supply will itself attain an equilibrium. അത് തമ്മിൽ ഒരു മാച്ച് ഉണ്ടാവും by an unobservable force, അല്ലെങ്കിൽ ഒരു ഇൻവിസിബിൾ ഫോഴ്സ്, അതുമൂലം ഒരു ഡിമാൻഡ് സപ്ലൈ മാച്ച് ഉണ്ടാവുന്നതാണ് ഈ തിയറി പറയുന്നത്. ആൻഡ് ദിസ് തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ ആഡം സ്മിത്ത്. നമ്മുടെ ഫാദർ ഓഫ് എക്കണോമിക്സ് അറിയപ്പെടുന്ന ആഡം സ്മിത്ത് ആണ് ഈ പറഞ്ഞ തിയറി പ്രപ്പോസ് ചെയ്തത്. ആഡം സ്മിത്ത് ഇസ് ദ വൺ ഹു പ്രപ്പോസ് ദ ഇൻവിസിബിൾ ഹാൻഡ് തിയറി. ഇൻവിസിബിൾ ഹാൻഡ് ഓഫ് മാർക്കറ്റ് തിയറി പ്രപ്പോസ് ചെയ്തത് ആഡം സ്മിത്ത് ആണ്. ആൻഡ് ദിസ് ദ ആൻസർ. സോ ഇത് കഴിഞ്ഞ വർഷം സർവേയിൽ ഉണ്ടായിരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, ഇൻവിസിബിൾ ഹാൻഡ് തിയറി. സോ നോട്ട് ചെയ്യും. നെക്സ്റ്റ്, the capital formation in the country will necessarily leads to which of the following? Capital formation ഉണ്ടാവുകയാണെങ്കിൽ, so when there's an increase in the capital, when there's an increase in the capital good, എന്തായിരിക്കാം ഒരു എക്കണോമിയിൽ ഉണ്ടാവുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇംപ്രൂവ്മെന്റ് ഇൻ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും. when there is an increase in the capital good increase ചെയ്യുകയാണെങ്കിൽ there is an increase in the economic growth because there is more production. capital good increase ചെയ്തു, so production increase ചെയ്യുന്ന അർത്ഥം. so economic growth improve ചെയ്യും. so അതുപോലെ ഈ പറഞ്ഞ capital good will result in will create more and more output. so the capital good in the formation, capital formation can result in economic growth. first statement ശരിയാണ്. increase in efficiency of capital, അത് പറയാൻ പറ്റുമോ? പറഞ്ഞ എന്താണ്? will necessarily leads എന്നാ പറഞ്ഞത്. capital efficiency improve ചെയ്യുന്ന പറയാൻ പറ്റുമോ? ഇല്ല. the efficiency of capital depends on ICR ആണ്. നമ്മുടെ ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. സോ ക്യാപിറ്റൽ ഫോം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ഡിപ്പെൻഡ്സ് ഓൺ ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആണ്. അതുപോലെ ഇൻക്രീസ് ഇൻ വെൽഫെയർ ഓഫ് പോപ്പുലേഷൻ, വി കനോട്ട് സേ ദാറ്റ് ക്യാപിറ്റൽ ഫോം ചെയ്യുമ്പോൾ, ഉദാഹരണം ഇപ്പം ആറ്റം ബോംബ് നിർമ്മിക്കുന്ന ഒരു മെഷീൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ ആറ്റം ബോംബ് നിർമ്മിക്കുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കി, ക്യാപിറ്റൽ ഗുഡ് ആണ്, ക്യാപിറ്റൽ ഗുഡ് ഫോം ചെയ്തു, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ അവിടെ എന്താ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ക്രിയേറ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായി, പക്ഷേ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ വി കനോട്ട് സേ ദാറ്റ് ഇറ്റ് വിൽ ഇൻക്രീസ് ഇൻ ദ വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി. സോ വൺ ഓൺലി ഈസ് ദ റൈറ്റ് ആൻസർ. When a country is experiencing technical recession, which of the following shall happen in that country? ഇത് കഴിഞ്ഞ വർഷം നമ്മളെ ഇന്ത്യ എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഇൻ ദ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ നമ്മുടെ ഇന്ത്യൻ എക്കണോമി entered into a technical recession. അല്ലേ? ടെക്നിക്കൽ റിസഷൻ നമ്മൾ പോയിരുന്നു. 2020-21 ഫിനാൻഷ്യൽ ഇയർ നോക്കുമ്പോൾ വി ക്യാൻ സി നമ്മുടെ ഫസ്റ്റ് ക്വാർട്ടറിൽ, ഇൻ ദ ക്വാർട്ടർ 1 ഇന്ത്യ ഹാസ് രജിസ്റ്റേർഡ് എ നെഗറ്റീവ് ഗ്രോത്ത് ഓഫ് -24.4 വന്നു. ആദ്യം അത് 23.9 ആയിരുന്നു, പിന്നെ റിവൈസ് ചെയ്തപ്പോൾ 23.9 ആയി. സോ 24.4 ആയി. സോ 23.9 ആണ് ആദ്യം പറഞ്ഞപ്പോൾ, അതിന് റിവൈസ് ചെയ്തിരുന്നു. 24.4% നെഗറ്റീവ് ഗ്രോത്ത് വന്നു. In quarter 2 also, we are registered at -7.5 growth. So, രണ്ട് consecutive quarterൽ, രണ്ട് അടുത്തടുത്ത quarterൽ, okay, when a country is experiencing negative growth rate, or when the GDP of the country
contract in 2 consecutive quarters, in അടുത്തടുത്ത quarters, then the country will be facing technical recession. അടുത്തടുത്ത ക്വാർട്ടറിൽ ഒരു കൺട്രിയിൽ GDP ഡിക്ലൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യുന്നെങ്കിൽ, GDP ഗ്രോത്ത് നെഗറ്റീവ് ആവുകയാണെങ്കിൽ എന്തായത് ടെക്നിക്കൽ എന്ന് പറയും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? കോൺട്രാക്ഷൻ ഇൻ എക്കണോമിക് ഗ്രോത്ത് ഇൻ 2 ഓൾട്ടർനേറ്റീവ് ക്വാർട്ടേഴ്സ് എന്നാ പറഞ്ഞത്. അല്ല, ഓൾട്ടർനേറ്റ് അല്ല. ദി ടേം ടെക്നിക്കൽ റിസഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഇൻ കോൺസിക്യൂട്ടീവ് ക്വാർട്ടേഴ്സ് ആയിരിക്കണം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഡിക്രീസ് ഇൻ നോമിനൽ GDP in 2 consecutive quarters. നോമിനൽ GDP ഡിക്രീസ് ചെയ്തു, 2 കോൺസിക്യൂട്ടീവ് ക്വാർട്ടേഴ്സിൽ നോമിനൽ GDP ഡിക്ലൈൻ ചെയ്തു. അതല്ല മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് മെഷറിംഗ് റിയൽ GDP ആണ്. സോ കോൺട്രാക്ഷൻ ഇൻ റിയൽ GDP in 2 consecutive quarters. നമുക്കറിയാം നമ്മുടെ GDP ഗ്രോത്ത് റേറ്റ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? നമ്മൾ ഉപയോഗിക്കുന്നത് റിയൽ GDP ആണ്. സോ റിയൽ GDP ആണ് നമ്മൾ ഈ പറഞ്ഞ ഗ്രോത്ത് റേറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ, ഗ്രോത്ത് റേറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നോമിനൽ GDP അല്ല മെഷർ ചെയ്യുന്നത്. നിങ്ങൾ ആ ഗ്രാഫ് കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ NSO റിലീസ് ചെയ്യുന്ന, PAB റിലീസ് ചെയ്യുന്ന ഗ്രാഫ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം റിയൽ GDP വാല്യൂ വെച്ചിട്ടാണ് ഈ പറഞ്ഞ GDP ഗ്രോത്ത് റേറ്റ് അത് ടെക്നോളജി ആണോ അല്ലയോ എന്ന് മെഷർ ചെയ്യുന്നത്. കാരണം നോമിനൽ GDP എന്ത് ചെയ്യാം, കൂടെ കുറയാൻ ചെയ്യാം. കാരണം ഡിപ്പെൻഡിങ് ഓൺ ദി ഇൻഫ്ലേഷൻ അത് ഡിപ്പെൻഡ് ചെയ്യാം. സോ ഇവിടെ അതല്ല. ഇവിടെ റിയൽ GDP എന്ന് പറയുമ്പോൾ ബേസ് ഇയറിനെ അപേക്ഷിച്ച് എന്തുമാത്രം ചേഞ്ച് ഉണ്ടായി എന്ന് കൃത്യമായ ഡേറ്റ നൽകാൻ പറ്റുന്നത് റിയൽ GDP-ക്കാണ്. അതുകൊണ്ട് തന്നെ 3 only, or C is the right answer. So contraction in real GDP in 2 consecutive quarters. So the following items are considered by the accounting national income of India. National income estimate ചെയ്യുമ്പോൾ നമ്മൾ the following items are considered by the accounting national income of India. So there's a change in the option. So intermediate goods not estimated. So national income estimate ചെയ്യുമ്പോൾ they are only measuring final goods ആണ്. So final goods മാത്രമാണ് എന്ത് ചെയ്യുന്നത് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. So intermediate goods are not considered by estimating or accounting national income of India. അതുപോലെ സർവീസ് ഓഫേർഡ് ഓൺ സെയിൽ ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് വരും. കാരണം എന്താ ഇപ്പൊ പറയാണ് സെക്കൻഡ് ഹാൻഡ് ഗുഡിന്റെ സെയിൽ ആണെങ്കിൽ എന്താ അത് വരത്തില്ല. കാരണം എന്താ ഓൾറെഡി ഈ ഗുഡ് വേറെ ഫിനാൻഷ്യൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. സപ്പോസ് 2019-20 ഒരു കാർ വാങ്ങിച്ചു, 2020-2021 ഞാൻ കാർ വിറ്റു, 19-20 കാർ വാങ്ങിച്ചു, 2020-2021 ഞാൻ കാർ വിറ്റു. സോ ഈ കാറിന്റെ വില ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് 2019-20 മെഷർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെൻ ഐ എം സെല്ലിംഗ്, ഞാൻ ഈ പറഞ്ഞ കാർ വിറ്റിട്ട് എനിക്ക് പൈസ കിട്ടുമ്പോൾ ദാറ്റ് വിൽ നോട്ട് ബി ഇൻക്ലൂഡ് ഇൻ ദ നാഷണൽ ഇൻകം. കാരണം ഈ കാർ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ പ്രോഡക്റ്റ് അല്ല, ഓൾറെഡി ഉള്ള സിസ്റ്റം, ഓൾറെഡി ഉള്ള കാർ ഓണർഷിപ്പ് മാത്രമേ മാറുന്നുള്ളൂ. സോ സെക്കൻഡ് ഹാൻഡ് കാറിന്റെ സെയിൽ എന്ത് വരത്തില്ല, ഈ പറഞ്ഞ നാഷണൽ വരത്തില്ല. പക്ഷേ സപ്പോസ് ദർ ഇസ് എ ഫേം, ഒരു ഫേം ഉണ്ടെന്ന് വിചാരിക്കുക, ഈ സെക്കൻഡ് ഹാൻഡ് കാർ വിൽക്കുന്ന ഒരു ഫേം ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഈ പറഞ്ഞ സെക്കൻഡ് ഹാൻഡ് കാർ വിൽക്കുന്ന ഒരു ഫേം, അല്ലെങ്കിൽ ബൈക്ക് വിൽക്കുന്ന ഒരു ഫേം, ഈ ഫേമിൽ സാധനം വിൽക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ഫേമിന് കമ്മീഷൻ കിട്ടും. സർവീസ് ആണ്, ദേ ആർ പ്രൊവൈഡിങ് എ സർവീസ്. ഈ പറഞ്ഞ സെയിൽ ഓഫ് സെക്കൻഡ് ഹാൻഡ് കാർ അവർ ചെയ്യുന്നത് എന്താ, സർവീസ് ആണ്. സോ ദ സർവീസ് ഓഫേർഡ് ഓൺ സെയിൽ ഓഫ് സെക്കൻഡ് ഗുഡ്സ് ഈ പറഞ്ഞ നാഷണത്തിൽ വരും. ബിക്കോസ് ദേ ആർ എൻഗേജിങ് ഇൻ എ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി. സർവീസ് എന്നൊരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുന്നുണ്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഗുഡ്സ് ഫോർ സെൽഫ് കൺസംഷൻ, യെസ് വരും. ഗുഡ്സ് ഫോർ സെൽഫ് കൺസംഷൻ നമ്മുടെ നാഷണൽ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ഉൾപ്പെടുന്നതാണ്. സോ യു ക്യാൻ സി 2 ഉം 3 ഉം ഇൻക്ലൂഡ് ചെയ്യുന്നു, 1 ഇല്ല. സോ ഓപ്ഷനെ ചേഞ്ച് ചെയ്യണം. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. 2 and 3 is the right answer. Okay, B is the right answer. അതെ, നാഷണൽ ഇൻകം അക്കൗണ്ടിങ് GDP ആവും. ഇപ്പൊ GDP, GNP എന്നൊക്കെ പറഞ്ഞ എന്താ, ഓൾ ദീസ് ആർ ഡിഫറെന്റ് ഫോംസ് ഓഫ് നാഷണൽ ഇൻകം ആണ്. നമ്മുടെ നാഷണൽ ഇൻകത്തിന് ഡിഫറെന്റ് ഫോംസ് ആണ്. GNP, GDP, NDP, NNP, ഓൾ ദീസ് ആർ ഡിഫറെന്റ് ഫോംസ് ഓഫ് നാഷണൽ ഇൻകം എന്ന് പറയാം. സോ ഒഫീഷ്യൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ NSO ഇതെല്ലാം മെഷർ ചെയ്യുന്നുണ്ട്. ഈ GNP, GDP, NDP, NNP എല്ലാം മെഷർ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വെരിഫിക്കേഷൻ ഉണ്ട്. അതാണ് NNP at factor cost. NNP at factor cost എന്നൊരു ഒഫീഷ്യൽ ഇക്വേഷനും ഉണ്ട്. എന്നാൽ മറ്റെല്ലാം എന്തുകൊണ്ടാണ്, നാഷണൽ ഇൻകത്തിന് ഡിഫറെന്റ് വകഭേദങ്ങളാണ്, ഡിഫറെന്റ് ഫോംസ് ആണ്. ഓക്കെ,
ഈ പറഞ്ഞ സൂര്യ ചോദിച്ച ഡൗട്ട് അതാണ്. സോ NNP at factor cost അതാണ് ഒഫീഷ്യൽ ഇക്വേഷൻ ഓഫ് നാഷണൽ ഇൻകം. ബട്ട് വി ക്യാൻ സേ GDP, GNP, all these are different forms, multiple forms of national income ആണ്. കാരണം എന്താ, ഓരോന്നിനും ഓരോ പെർസ്പെക്റ്റീവ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇവിടെ ആൻസർ ബി ആണ്. നിങ്ങൾക്ക് കീ കിട്ടിയില്ലെങ്കിൽ, കീ കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ, എത്തൊന്നും കീ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ആണെങ്കിൽ ചേഞ്ച് നമുക്കത് ചെയ്യാം. സോ നെക്സ്റ്റ്, consider the following regarding economic history of India. British government converted India into an industrial hub, supplying finished goods exclusively to the market of Britain. തെറ്റാണ്. ബ്രിട്ടീഷേഴ്സ് നമ്മുടെ ഇന്ത്യനെ ഒരു വ്യവസായിക ഹബ്ബായിട്ട് മാറ്റിയിട്ടൊന്നുമില്ല. They only considered, or they only treated India as a mere supplier of raw materials and a market for selling their finished goods from Britain. ബ്രിട്ടനിൽ നിന്നുള്ള ഫിനിഷ്ഡ് ഗുഡ്സ് ഇന്ത്യ വിൽക്കാനുള്ള മാർക്കറ്റ്, അതുപോലെ ഇന്ത്യയിലെ റോ മെറ്റീരിയൽസ് എന്ത് ചെയ്തു, ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു. സോ ദേ ആക്ച്വലി ഡിസ്ട്രക്റ്റഡ് ആണ് നമ്മുടെ വ്യവസായിക വൽക്കരണം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഡിസ്ട്രക്ട് ചെയ്തതാണ് ബ്രിട്ടീഷിന്റെ റോള്. ദേ ഡോണ്ട് ടേക്ക് എനി സ്റ്റെപ്സ്, അവരുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവ് സ്റ്റെപ്സ് ഒന്നും വ്യവസായവൽക്കരണത്തിന് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷന് ഇല്ലായിരുന്നു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. സെക്കൻഡ്, ദ ഓപ്പണിംഗ് ഓഫ് സൂയസ് കനാൽ during 1939 had helped the British companies to access the Indian market easier and cut down their transportation cost. So, ഇതുവരെ ശരിയാ. The opening of Suez Canal had helped British companies to access Indian market easier. കാരണം നേരത്തെ മെഡിറ്ററേനിയൻ സീ അതുവഴി പറയുകയാണെങ്കിൽ നമ്മുടെ അറ്റ്ലാന്റിക് വഴി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റിയാണ് ഇന്ത്യ വന്നുകൊണ്ടിരുന്നത് അല്ലേ. നമ്മുടെ ബ്രിട്ടീഷ് വരുന്ന യൂറോപ്പ്, അവിടുന്ന് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ഉണ്ട്, സൗത്ത് ആഫ്രിക്ക, അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ചുറ്റിയാണ് ഇന്ത്യ വന്നുകൊണ്ടിരുന്നത്. ആഫ്റ്റർ ദ ഓപ്പണിംഗ് ഓഫ് സൂയസ് കനാൽ എന്ത് പറ്റി, മെഡിറ്ററേനിയൻ സീയിൽ നിന്ന് നമ്മുടെ സൂയസ് കനാൽ വഴി, റെഡ് സീ വഴി അറേബ്യൻ സീയിലേക്ക് നമുക്ക് കയറാൻ പറ്റി. സോ ആഫ്റ്റർ ഈ പറഞ്ഞ മെഡിറ്ററേനിയൻ സീ ഓപ്പൺ ചെയ്തപ്പോൾ, സൂയസ് കനാൽ ഓപ്പൺ ചെയ്തപ്പോൾ എന്ത് പറ്റി, ഈ പറഞ്ഞ മെഡിറ്ററേനിയൻ സീ അവിടെ നിന്ന് സൂയസ് കനാൽ വഴി റെഡ് സീ കയറി, റെഡ് സീയിൽ നിന്ന് അറേബ്യൻ സീയിലേക്ക് നമുക്ക് എന്താ വരാൻ പറ്റി, ഈ പറഞ്ഞ ബ്രിട്ടീഷേഴ്സിന് വരാൻ പറ്റി. പക്ഷേ സൂയസ് കനാൽ ഓപ്പൺ ചെയ്ത വർഷം ഇസ് നോട്ട് 1939, ഇറ്റ് ഈസ് 1869 ആണ്. സോ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം സൂയസ് കനാൽ ബേസ് ചെയ്ത്. കാരണം എവർഗിവൺ നമുക്ക് ഓർമ്മ ഉണ്ടാവും, എവർഗിവൺ ഷിപ്പ് സൂയസ് കനാലിൽ ലോക്ക് ചെയ്തിരുന്ന എല്ലാവരെയും ട്രാഫിക് ജാമിൽ പെടുത്തിയൊരു ഷിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ സൂയസ് കനാൽ വാർത്തയിലുണ്ടായിരുന്നു. കഴിഞ്ഞൊരു മാസം ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം വാർത്തയിലുണ്ടായിരുന്ന ഒരു നെയിമാണ് സൂയസ് കനാൽ. സോ ലൊക്കേഷൻ സ്പെസിഫിക് ചെയ്ത് ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, ജോഗ്രഫിക്കലായിട്ട് ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ പോയിന്റ് പറയാം, നമ്മുടെ UPSC പൊതുവെ ഐ എം നോട്ട് സെയിങ്, നേരത്തെ പറഞ്ഞപ്പോൾ ഒരു 90% പറഞ്ഞു, അല്ലെങ്കിൽ 90% പറയാം. നേരത്തെ ഞാൻ പറഞ്ഞ എക്സ്ചേഞ്ച് പേയ്മെന്റ് കാര്യം, ഇൻ കേസ് ഓഫ് എക്സ്ചേഞ്ച് പേയ്മെന്റ് 90% ഞാൻ പറയാം അത് തെറ്റായിരിക്കും. 10% വെച്ചോ വേണമെങ്കിൽ, നേരത്തെ 1 പറഞ്ഞാൽ 10 കൂട്ടിക്കും, 10% ശരിയായിരിക്കും. അതുപോലെ തന്നെ വേറൊരു ഏരിയ ഉണ്ട്, നമ്മുടെ ഇയേഴ്സ്. നമ്മുടെ UPSC പലപ്പോഴും ഇയേഴ്സ് ചോദിക്കാറുണ്ട്. ഇയേഴ്സ്, ഡിഫറെന്റ് ഇയേഴ്സ്, ഇപ്പൊ ഇന്ന സ്കീം ഒന്ന് ഇന്ന ഇയർ ആണെന്നൊക്കെ പറഞ്ഞ ഇയർ ചോദിക്കും. ആ ഇയറിന് കാര്യം പറയട്ടെ, അതും ഇത് പറഞ്ഞ പോലെ ഒരു 60% ടൈമിലും ആ ഇയർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഓഫ് ഇയർ ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കും. കാരണം ആ ഇയറിൽ എന്തെങ്കിലും തെറ്റ് കാണും. മോസ്റ്റ് ഓഫ് ടൈം ഒരു 60%, 40% ശരിയായിരിക്കും. സോ അതും ഓർത്തിരിക്കുക, ഒരു പോയിന്റ് ആണ്, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇൻ ദ കേസ് ഓഫ് UPSC ക്വസ്റ്റ്യൻ ഇയർ കാണുകയാണെങ്കിൽ ഇയർ തെറ്റാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആ ഓപ്ഷൻ തെറ്റാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, which of the following, so ഇവിടെ ആൻസർ എന്താണ്, both 1 and 2 are wrong, so D is the right answer. Next, which of the following statements regarding Indian economy post liberalization is or are correct? So 1991 reforms has caused a huge increase in the public investment in the agriculture sector. നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് 1991 റിഫോംസ് കോസ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? ഇല്ല. വി ക്യാൻ സി ആഫ്റ്റർ 1991 റിഫോംസ് ഇമ്പോർട്ട് ഇൻക്രീസ് ചെയ്തു, പ്രത്യേകിച്ച് അഗ്രികൾച്ചർ ഗുഡ്സിന്റെ ഒക്കെ ഇമ്പോർട്ട് ഇൻക്രീസ് ചെയ്തു. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ ഡിക്ലൈൻ ചെയ്തു. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതുപോലെ ഇൻഡസ്ട്രിയൽ സെക്ടർ ഗ്രോത്ത് ഹാഡ് സ്ലോ ഡൗൺ ഡ്യൂ ടു ദ അവൈലബിലിറ്റി ഓഫ് ചീപ്പർ ഇമ്പോർട്ട് ആൻഡ് ലോവർ ഇൻവെസ്റ്റ്മെന്റ് ആഫ്റ്റർ 1991 റിഫോംസ്. ശരിയാണ്, ഇൻഡസ്ട്രിയൽ സെക്ടർ ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്യുകയാണ് ആഫ്റ്റർ ദ
1991 റിഫോംസ്. നമുക്കറിയാം 1991 തൊട്ട് 2020 വരെയുള്ള മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടറിന്റെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ അത് കാലങ്ങളായിട്ട് 25 ആ ഒരു 25-27 30 റേഞ്ചിലാണ്, 30 താഴെയാണ് കുറെ നാളായിട്ട്. കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് നമ്മുടെ മാനുഫാക്ചറിംഗ് മേഖലയുടെ ഗ്രോത്ത് റേറ്റ് നിൽക്കുന്നത്. ഇതിന്റെ സെക്കൻഡറി സെക്ടറിൽ മാനുഫാക്ചറിംഗ് എടുത്ത് പറയുകയാണെങ്കിൽ 16% ആയിട്ട് അപ്രോക്സിമേറ്റ്ലി 16-17 ആ റേഞ്ചിലാണ് കാലങ്ങളായിട്ട് GDP ഗ്രോത്തിൽ അല്ലെങ്കിൽ GDP-യുടെ ഷെയറിൽ ഇവിടെ കോൺട്രിബ്യൂഷൻ, സെക്കൻഡ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ. Third statement, post 1991, there was an increase in the inflow of foreign exchange reserve to India. ശരിയാണ്. So after 1991 reforms, we can see there's a surge in the foreign exchange reserve. Foreign exchange reserve വലിയ രീതിയിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, വലിയൊരു സർജ് ഉണ്ടാകുന്നുണ്ട്. സോ ആഫ്റ്റർ ദീസ് 1991 റിഫോംസ്. സോ കറന്റ് ഒരു വാർത്ത ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ ജൂൺ 3rd or 4th ഒരു വാർത്ത ഉണ്ടായിരുന്നു. നമ്മുടെ RBIയുടെ റിസർവ് ആൾമോസ്റ്റ് $600 billion US ആയിട്ട് ഇംപ്രൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഉണ്ടായിരുന്നു ഈ ഇടയ്ക്ക്. സോ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫോറിൻ എക്സ്ചേഞ്ച് ഹോൾഡർ ആണ് ഇന്ത്യ എന്ന് പറഞ്ഞത്. ലാർജസ്റ്റ് അല്ല, വൺ ഓഫ് ദ ലാർജസ്റ്റ് ആണ് ഇന്ത്യ. സോ ഈ അടുത്തേക്ക് വാർത്ത എന്നാണ് $600 billion US എന്ത് ചെയ്തു നമ്മുടെ എന്താ പറയട്ടെ ഫോറിൻ എക്സ്ചേഞ്ച് എത്തി എന്ന് പറഞ്ഞിട്ട് വാർത്ത ഉണ്ടായിരുന്നു. സോ ആൻസർ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്, 2 and 3 are correct. B is the right answer. 14th, consider statements regarding production and product tax. So production tax എന്ന് പറയുമ്പോൾ it is a tax which is levied during the time of production ആണ്. So നിർമ്മാണ സമയത്ത് when a good is produced, ഇൻഡസ്ട്രിയൽ സമയത്താണ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സ്റ്റേജിലാണ് ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ടാക്സ് വരുന്നത്. നമ്മൾ പറയുകയാണെങ്കിൽ ലൈസൻസ് ഫീ, അതുപോലെ ലാൻഡ് ഫീ, ലാൻഡ് റവന്യൂ, അതൊക്കെയാണ് പ്രൊഡക്ഷൻ ടാക്സ് വരുന്നത്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ. എന്ത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അതൊന്നും നിർബന്ധമല്ല. ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലും ടാക്സ് കൊടുക്കണം. വെൻ ഐ ഓണിങ് എ ഫാക്ടറി ഒരു ഏരിയ, ആ ഫാക്ടറി ഒരു ഏരിയ ഉണ്ടെങ്കിൽ ആ ഫാക്ടറി ഞാൻ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. സപ്പോസ് ലാൻഡ് ടാക്സ് കൊടുക്കണം, അതുപോലെ ലൈസൻസ് വേണമെങ്കിൽ ലൈസൻസ് ഫീസ് കൊടുക്കണം. സോ ഒരു ഫാക്ടറി ഉണ്ടെങ്കിൽ I need to pay production tax. So it is actually independent of volume production ആണ്. ആൻഡ് പ്രൊഡക്ട് ടാക്സ് എന്ന് പറയുമ്പോൾ പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ആണ്, ഒരു യൂണിറ്റ് അനുസരിച്ചാണ് പ്രൊഡക്ട് ടാക്സ് തീരുമാനിക്കുന്നത്, നമ്മുടെ GST, എക്സൈസ് ഡ്യൂട്ടി ഒക്കെ. സോ പ്രൊഡക്ട് ടാക്സ് is dependent on the volume of production because it is levied on the product. It is levied per product ആണ്. So 1 and 2 are correct. So next we are going to look into the current affairs question ആണ്. First question, the smart cities mission is come under the Ministry of ഏതാണ്? Ministry of Housing and Urban Affairs ആണ്. മുഹയുടെ കീഴിൽ വരുന്നതാണ് Ministry of Housing and Urban Affairs കീഴിൽ വരുന്നതാണ് Smart Cities Mission. Mainly aims at improving the facilities for standard living of people in the city areas. For the sanitation, sewage facilities ഒക്കെ improve ചെയ്യുക, transportation, അതൊക്കെയാണ് Smart Cities Missionന്റെ പ്രധാനപ്പെട്ട intention. So we can see A is the right answer. And which of the following is not an objective of Swachh Bharat program? First assignment, generate awareness about sanitation, of course should be there. Generate eradication of manual scavenging. നമുക്കറിയാം manholes clean ചെയ്യാനായിട്ട് ഹ്യൂമൻസിനെ യൂസേജ് അത് കുറയ്ക്കുക, മാനുവൽ സ്കാവെഞ്ചിങ് അത് റിമൂവ് ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ അച്ചീവിംഗ് 100% സാൻഡ്വിച്ച് മാനേജ്മെന്റ് ഓഫ് മുനിസിപ്പൽ സോൾഡ് വേസ്റ്റ്. സോ സ്റ്റാറ്റ്യൂട്ടറി റൗണ്ട്സ്, നമ്മുടെ കോർപ്പറേഷൻസ്, മുനിസിപ്പൽ കോർപ്പറേഷൻസ്, മുനിസിപ്പാലിറ്റീസ്, അതുപോലെ കണ്ടോൺമെന്റ് ബോർഡ്സ്, അവിടെ എല്ലാം എന്ത് ചെയ്യുക, സീവേജ് മാനേജ്മെന്റ് ഉറപ്പുവരുത്തുക. സോ all the three statements above are correct. This is the right answer. Okay. With respect to TULIP program, it is a program of MOHU ആണ്, Ministry of Housing and Urban Affairs വരുന്നതാണ്. അതുപോലെ Ministry of Housing അതുപോലെ AICTE, All India Council of Technical Education ജോയിൻ ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. ഇത് മെയിൻലി നമ്മുടെ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് നമ്മുടെ അർബൻ ലോക്കൽ ബോഡീസിൽ, ULB ആൻഡ് സ്മാർട്ട് സിറ്റീസിൽ, അർബൻ ലോക്കൽ ബോഡീസിലും സ്മാർട്ട് സിറ്റീസിലും ഈ പറഞ്ഞ ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുക. അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സിനെ അവരുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഒക്കെ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. So we can see both 1 and 2 are correct. TULIP program രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. So you can see short term exposure to fresh graduates to enhance their professional development through experiential learning with the ULBs and smart cities. So both the statements are correct. This is the right answer. The following statements is not correct regarding Indian gas exchange. So first statement, it is a fully automated web-based platform. ശരിയാണ്. The currency exchange system ആണ്, sorry, gas exchange platform ആണ് Indian gas
എക്സ്ചേഞ്ച് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹോളി ഓൺ സബ്സിഡറി ഓഫ് ഇന്ത്യൻ എക്സ്ചേഞ്ച്. സോ നമ്മുടെ ഇന്ത്യൻ എക്സ്ചേഞ്ച് എനർജി എക്സ്ചേഞ്ചിന്റെ ഒരു സബ്സിഡിയാണ് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്. IEX refers to Indian Energy Exchange. So Indian Energy Exchange ന്റെ സബ്സിഡറി ബോഡിയാണ് ഇന്ത്യൻ ഗ്യാസ് എക്സ്ചേഞ്ച്. അതുപോലെ ഇറ്റ് ഈസ് എ സപ്ലൈ ബേസ്ഡ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് എ സപ്ലൈ ബേസ്ഡ്, ഇറ്റ് ഈസ് എ ഡെലിവറി ബേസ്ഡ് ആണ്. സോ ഇറ്റ് ഈസ് എ ഡെലിവറി ബേസ്ഡ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയാം, ഇറ്റ്സ് നോട്ട് സപ്ലൈ ബേസ്ഡ് എന്നല്ല. സോ അതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ചോദിച്ചത് എന്താ? നോട്ട് കറക്റ്റ് എന്നാണ്. സോ യു ക്യാൻ സി ഇറ്റ് ഈസ് നോട്ട് എ സപ്ലൈ ബേസ്ഡ് ബട്ട് ഇറ്റ് ഈസ് ഡെലിവറി ബേസ്ഡ് ആണ്. ആൻഡ് യു ക്യാൻ സി ഈ പറഞ്ഞ ഇന്ത്യൻ ഗ്യാസ് എക്സ്ചേഞ്ചിൽ ഇമ്പോർട്ടഡ് ഗ്യാസ് എടുക്കുന്നുള്ളൂ. ഇമ്പോർട്ടഡ് ഗ്യാസ് മാത്രമാണ് വരുന്നത്. ഇമ്പോർട്ടഡ് ഗ്യാസ് മാത്രമാണ് വരുന്നത്. ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് ഇവിടെ ഇന്ത്യൻ ഗ്യാസ് എക്സ്ചേഞ്ചിൽ വരുന്നില്ല. നമ്മുടെ LNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിന്റെ പ്രൈസ് ഡിസ്കവറിക്ക് അല്ലെങ്കിൽ പ്രൈസ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ് ഗവൺമെന്റ് എക്സ്ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത്. യു ക്യാൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. Consider statements regarding global partnership on artificial intelligence. First statement, it is a first of its kind initiative to guide the responsible development and use of AI, grounded in human rights, inclusion, diversity, innovation and economic growth. First statement ശരിയാണ്. നമുക്ക് ആ വാക്യം തന്നെ മനസ്സിലാവും, നിങ്ങൾ കണ്ടപ്പോൾ വായിച്ചതാണ്. സോ ഇറ്റ്സ് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഇനിഷ്യേറ്റീവ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഹ്യൂമൻ റൈറ്റ്സ്, അതുപോലെ ഡൈവേഴ്സിറ്റി, ഇന്നോവേഷൻ, ഡിഫറെന്റ് ഏരിയസിൽ അത് യൂസ് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഗ്ലോബൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആൻഡ് ഇന്ത്യ ഇസ് എ ഫൗണ്ടിംഗ് മെമ്പർ. തീർച്ചയായും ഇന്ത്യ ഈ പറഞ്ഞ GPIയുടെ ഒരു ഫൗണ്ടിംഗ് മെമ്പർ ആണ്. സോ ബോത്ത് 1 and 2 ആർ കറക്റ്റ്. സോ ഇതുപോലുള്ള ഓർഗനൈസേഷൻസിന്റെ പേര് പലപ്പോഴും UP ചോദിക്കാറുണ്ട്. ഡിഫറെന്റ് ഓർഗനൈസേഷൻസ് അതിൽ ഫൗണ്ടിംഗ് മെമ്പർ ആണോ? പല ചോദ്യങ്ങൾ വരാറുണ്ട്. ഇന്ത്യ ഇസ് എ മെമ്പർ, ഇറ്റ് ഇസ് എ ഫൗണ്ടിംഗ് മെമ്പർ, അത് ഫൗണ്ട് ചെയ്തപ്പോൾ ഇന്ത്യ മെമ്പർ ആണോ? ഈ സമയത്ത് ചില ബോഡീസൊക്കെ ഇന്ത്യ മേ നോട്ട് ബി എ ഫൗണ്ടിംഗ് മെമ്പർ ബട്ട് ഇന്ത്യ മേ ബി മെമ്പർ ആയിരിക്കും, കാരണം റീസെന്റ് മെമ്പർ ആയി കാണും, പക്ഷേ നോട്ട് എ ഫൗണ്ടിംഗ് മെമ്പർ ആയിരിക്കും. സോ അപ്പം UPSC ചോദിക്കാറുണ്ട് ഫൗണ്ടിംഗ് മെമ്പർ ആണോ അല്ലെങ്കിൽ ഇന്ത്യ ഇസ് എ ഫൗണ്ടിംഗ് മെമ്പർ എന്ന് ചോദിക്കാറുണ്ട്. സോ ഇവിടെ പറയുകയാണെങ്കിൽ ഇന്ത്യ ഇസ് എ ഫൗണ്ടിംഗ് മെമ്പർ. സോ ബോത്ത് 1 and 2 ആർ കറക്റ്റ്. അടുത്തത് നേച്ചർ ഇൻഡെക്സ് ചോദ്യമാണ്. സോ ഇറ്റ് ഇസ് പബ്ലിഷ്ഡ് ബൈ, ഇറ്റ് ഇസ് നൺ ഓഫ് ദ അബോവ് ആൻഡ് ഇറ്റ് ഇസ് പബ്ലിഷ്ഡ് ബൈ നാച്ചുറൽ റിസർച്ച്. നാച്ചുറൽ റിസർച്ച് എന്നൊരു ഓർഗനൈസേഷൻ ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ഡിവിഷൻ ഓഫ് ഇന്റർനാഷണൽ സയന്റിഫിക് പബ്ലിഷിംഗ് കമ്പനി സ്പ്രിഞ്ചർ നേച്ചർ. സ്പ്രിഞ്ചർ നേച്ചറിന്റെ ഒരു ഡിവിഷൻ ആണ് നേച്ചർ റിസർച്ച്. ഇത് അക്കാഡമിക് റിസർച്ച്, നാച്ചുറൽ സയൻസ് ബന്ധപ്പെട്ട് അക്കാഡമിക് ജേർണൽസ്, അക്കാഡമിക് ആയിട്ടുള്ള റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് സ്പ്രിഞ്ചർ നേച്ചർ. സ്പ്രിഞ്ചർ നേച്ചറിന്റെ ഒരു സബ്സിഡറി ബോഡിയാണ് അല്ലെങ്കിൽ ഒരു ഡിവിഷൻ ആണ് ഈ പറഞ്ഞ നേച്ചർ റിസർച്ച്. അവരാണ് ഈ നേച്ചർ ഇൻഡെക്സ് പ്ലേസ് ചെയ്യുന്നത്. സോ വി ക്യാൻ സി ദീസ് ദ റൈറ്റ്സ്, നൺ ഓഫ് ദ അബോവ് ആർ കറക്റ്റ്. നെക്സ്റ്റ് ഈസ് consider the statements regarding decarbonizing transport in emerging economics project. DTEE അതിന്റെ ശരിയായ സ്റ്റേറ്റ്മെന്റ് വെച്ച് it is a collaboration between International Transport Forum and Wuppertal Institute. കറക്റ്റ്. ഒരു നമ്മുടെ ഡീകാർബണൈസിംഗ്, മെയിൻലി നമ്മുടെ ട്രാൻസ്പോർട്ട് മേഖലയിൽ കാർബണിന്റെ എമിഷൻസ് കുറയ്ക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് ഡീകാർബണൈസിംഗ് ട്രാൻസ്പോർട്ടിംഗ് എമർജിംഗ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ. it supports carbon decarbonization across different world regions. ശരിയാണ്. സെയിം നമ്മൾ ആ ഫസ്റ്റ് ഫ്രം ദ ക്വസ്റ്റ്യൻ itself നമുക്ക് ആ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇസ് ദ ഓൺലി കൺട്രി ഫ്രം ഏഷ്യ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രൊജക്ട്. ഇറ്റ് ഇസ് ദ ഓൺലി കൺട്രി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവണം. സോ ഇറ്റ് ഇസ് നോട്ട് ദ ഓൺലി കൺട്രി. അസർബൈജാൻ ഒക്കെ അകത്തുണ്ട്. സോ വി ക്യാൻ സി 1 and 2 are correct. The third statement is wrong. 48th question. Which of the statements regarding PIDF are correct? Payment Infrastructure Development Fund ആണ്. സോ PIDF നമ്മുടെ RBI കൊണ്ട ഫണ്ടാണ് കേട്ടോ. RBI കൊണ്ടുവന്ന ഒരു ഫണ്ടാണ് PIDF. ഇത് മെയിൻലി നമ്മുടെ പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ, മെയിൻലി പോയിന്റ് ഓഫ് സെയിൽ പോലുള്ള ഇൻഫ്രാസ്ട്രക്ചർ നോർത്ത് ഈസ്റ്റ് ഏരിയാസിൽ, അപ്പോൾ ടയർ 3 to ടയർ 6 സിറ്റീസിൽ അവിടെയൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി RBI കൊണ്ടുവന്നൊരു പ്രോജക്റ്റ് ആണിത്, പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. അതിന്റെ പ്രകാരം ഡിജിറ്റൽ പേയ്മെന്റ്, ഓൺലൈൻ പേയ്മെന്റ് കൂടുതലും ഇംപ്രൂവ് ചെയ്യുക. സോ അതിനുവേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക. സോ ഡിഫറെന്റ് പോയിന്റ് ഓഫ് സെയിൽസ് നമ്മൾ അറിയാമല്ലോ, പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ ഉണ്ടല്ലോ, അതൊക്കെ ഇംപ്രൂവ് ചെയ്യുക, അതൊക്കെ അതിനുവേണ്ടി കൂടി ഫണ്ട് കൊടുക്കുക. ഇതാണ് PIDFന്റെ ഇന്റൻഷൻ. ആൻഡ് വി ക്യാൻ സി ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് സി ആണ്. കാരണം ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ ഇറ്റ് എയിംസ് ടു ക്രിയേറ്റ് എ സെക്യൂർ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഓൺലൈൻ ബാങ്കിങ് സർവീസ് ബൈ എൻഗേജിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ആണെന്ന് പറയുന്നില്ല, റിസർച്ച് ഡെവലപ്മെന്റ് എന്നൊരു കാര്യമൊന്നും ഇവിടെ പറയുന്നില്ല. സോ ഓൾറെഡി ഉള്ള സിസ്റ്റത്തിനെ എന്ത് ചെയ്യുക, അതിന്റെ റീച്ച് കൂട്ടുക ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദിസ് ഫണ്ട് ഈസ് മാനേജ്ഡ് ബൈ സിഡ്ബി. അല്ല, സിഡ്ബി നമുക്കറിയാം, സിഡ്ബി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്,
സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ഫണ്ട് ആണ് ഇല്ലേ, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. MSME സെക്ടർ ബന്ധപ്പെട്ട അതിനൊക്കെ ആയിരിക്കും സിഡ്ബി വരുന്നത്. സോ സിഡ്ബി അല്ല ഇതിന്റെ ഫണ്ട് മാനേജർ, RBI itself ആണ്. സോ ഇറ്റ് കവേഴ്സ് Tier 3 to Tier 6 cities and Northeast state. C is correct. So answer is C. C is the only correct statement regarding PIDF. ഈ പറഞ്ഞ താഴെ തന്ന സ്റ്റേറ്റ്മെന്റിൽ C മാത്രമാണ് കറക്റ്റ്. And 49 question. Which are the following statements regarding BAT, Border Adjustment Tax? So Border Adjustment Tax എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലേക്ക് ഒരു ഇമ്പോർട്ട് ഐറ്റം വരുമ്പോൾ, ഇതിന് മേലെ കസ്റ്റംസ് ഡ്യൂട്ടിക്കൊപ്പം കസ്റ്റംസ് ഡ്യൂട്ടി കൂടാതെ എന്ത് ചെയ്യുക, ബാറ്റ് ചുമത്തുക, ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് ടാക്സ് കൂടെ ചുമത്തുക. ഇൻ ഓർഡർ ടു ഈക്വലൈസ് ദ ഇമ്പോർട്ടഡ് ഗുഡ് ആൻഡ് ഡൊമസ്റ്റിക് ഗുഡ്. ഇമ്പോർട്ട് ചെയ്ത ഗുഡും ഡൊമസ്റ്റിക് ഗുഡും ഈക്വലൈസ് ചെയ്യാനായിട്ട് കസ്റ്റംസ് ഡ്യൂട്ടി കൂടാതെ ബാറ്റ് അല്ലെങ്കിൽ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് ടാക്സും ചുമത്തുക. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലുള്ള കമ്പനീസ് ഡിഫറെന്റ് ടാക്സ് എന്ത് ചെയ്യാറുണ്ട്, പേ ചെയ്യാറുണ്ട്. ഇപ്പൊ ഇലക്ട്രിസിറ്റി ടാക്സ്, ഡിഫറെന്റ് ടാക്സുകൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു പേ ചെയ്യാറുണ്ട്. സോ ഈ പറഞ്ഞ ടാക്സ് മൂലം പലപ്പോഴും ഇന്ത്യൻ കമ്പനീസിന് ഗുഡ്സ് വിൽക്കുമ്പോൾ അതിന്റെ ഗുഡ്സിന്റെ വാല്യൂ കൂടുതലായിരിക്കും. സോ ഈ പറഞ്ഞ ബാറ്റ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ദ ഡ്യൂട്ടി പ്രപ്പോസ് ടു ബി ഇമ്പോസ്ഡ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ്, ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ്, അതിന് മേലെ എക്സ്ട്രാ ടാക്സ് ആണ്, കസ്റ്റംസ് ഡ്യൂട്ടി കൂടാതെ എക്സ്ട്രാ ടാക്സ് ആണ് ബാറ്റ് ഓർ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് ടാക്സ്. ആൻഡ് aims to promote equal condition of competition, which means ഈ രണ്ട് ഗുഡിന്റെ വാല്യൂ എന്താവണം, ഓൾമോസ്റ്റ് സിമിലർ. ഡൊമസ്റ്റിക് ഗുഡും ഇമ്പോർട്ടഡ് ഗുഡും ഒരേ രീതിയിൽ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യപ്പെടണം. ദർ ഷുഡ് ബി കോമ്പറ്റീറ്റീവ്നെസ് ഉണ്ടായിരിക്കണം. സോ അതുണ്ടാവണമെങ്കിൽ ഇതിന്റെ പ്രൈസ് ഇക്വലൈസ് ആവണം. സോ അതാണ് എയിം. യു ക്യാൻ സീ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് 1 and 2. Both statements are correct because both statements aims are regarding border adjustment tax. So C is the right answer. Which of the following is not covered under PLFS ആണ്, periodic labor force survey. So labor force participation we can see, നമുക്കറിയാം periodic labor force survey NSO റിലീസ് ചെയ്യുന്ന ഡേറ്റ ആണ്. നമ്മുടെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ് ഈ പറഞ്ഞ periodic labor survey റിലീസ് ചെയ്യുന്നത്. സോ ഈ PLFS റിലീസ് ചെയ്യുമ്പോൾ ഈ വർഷം വരും, ഇപ്പൊ ഈ ഇടയ്ക്ക് ഒന്ന് വരും, ഈ ജൂൺ ജൂലൈ ആകുമ്പോൾ ഒരെണ്ണം വരും. സോ periodic labor force survey NSO റിലീസ് ചെയ്യുന്ന ഡേറ്റ ആണ്. നമ്മുടെ ഇന്ത്യയിലെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് മെഷർ ചെയ്യുന്നുണ്ട്, അതുപോലെ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ മെഷർ ചെയ്യുന്നുണ്ട്, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എഡ്യൂക്കേറ്റഡ് ആൻഡ് അൺഎംപ്ലോയ്ഡ് പീപ്പിൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ലേബർ ഫോഴ്സ് സർവേ മെഷർ ചെയ്യുന്നുണ്ട്. സോ ഓൾ ദ 3 സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഓൾ ദ ഡേറ്റ ക്യാൻ ബി ഇന്റർപ്രറ്റഡ് യൂസിംഗ് ദ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ. യു ക്യാൻ സീ ഓൾ ദ above are covered under periodic labor force survey. This is the right answer. So these are the questions for the test 3. I think എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് ഉടനെ തന്നെ ഡിലേ നിങ്ങൾക്ക് ഈ ആൻസർക്ക് കിട്ടും. ചെറിയ കറക്ഷൻ ഉണ്ട് കേട്ടോ, അത് മറ്റൊന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് ഐ വിൽ ഷുവർലി പ്രൊവൈഡ് ദ കീ. സോ മറ്റൊന്നുമില്ലെങ്കിൽ നമുക്ക് സെഷൻ എൻഡ് ചെയ്യാം. കുറച്ച് ടൈം എക്സീഡ് ചെയ്തു. അതുപോലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ദ ടൈം ഇനി മുതലുള്ള ടെസ്റ്റുകളുടെ ഡിസ്കഷൻ ടൈം വിൽ ബി ഫ്രം 2 ആയിരിക്കും. സോ എല്ലാവരും നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഗ്രൂപ്പിൽ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും, എങ്കിലും ഞാൻ പറയുകയാണ്, ഓൾറെഡി പറയാണ്. സോ ഫ്രം നെക്സ്റ്റ് ടെസ്റ്റ് ഓൺവേർഡ്സ് ദ ഡിസ്കഷൻ വിൽ ബി ബിറ്റ്വീൻ 2 PM ആയിരിക്കും, 2 PM to 4. സോ 2 to 4 ആയിരിക്കും ഡിസ്കഷൻ. സോ എല്ലാവരും പ്രിപ്പയർ ആയിരിക്കുക. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എക്സാംസ് and all the best for your civil service exam in October also. So bye. So now നിർത്താം. വേറൊന്നുമില്ലെങ്കിൽ നമുക്ക് എൻഡ് ചെയ്യാം.